പിശാചിന്റെ പ്രവർത്തനങ്ങൾ ഒട്ടനവധിയായിട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് വരും. ഈ ലോക ജീവിതത്തില് ഈ കഷ്ടത എന്ന് പറയുന്നത് എന്താണ്? നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. ഈ കഷ്ടം സഹിക്കാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ട് ഒരാൾക്ക് പോലും സാധിക്കുക ഇല്ല എന്നതാണ് എന്ത് യാഥാർത്ഥ്യം. പിശാചിന്റെ പ്രവർത്തനങ്ങൾ ഈ കഷ്ടത സഹിക്കാനുള്ള നമ്മളുടെ മനോബലത്തെ എന്ത് ചെയ്യുന്നത്? ഇല്ലാതാക്കുന്നത്, അല്ലേ? നമ്മൾക്ക് കഷ്ടം സഹിക്കാനായിട്ട് ദൈവം നമുക്ക് ദാനം നൽകിയ നമ്മുടെ മനോബലത്തെ ഇല്ലാതാക്കുക എന്നതാണ് ആരുടെ ജോലി എന്ന് പറയുന്നത്? പിശാചിന്റെ ജോലി. ഇവിടെ പത്രോസ്ലീഹ പറയുന്നത് ഇതാണ്: നിങ്ങളുടെ ഇത്തരത്തിലുള്ള ആ മനോബലമില്ലായ്മയെ തകർക്കുന്ന പിശാചിനോട് നിങ്ങൾ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. അങ്ങനെ എതിർത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? ദൈവവിളി ലഭിക്കും. പിന്നെന്താ പറയുന്നത്? നിങ്ങൾ വിശ്വാസ സ്ഥിരതയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കഷ്ടങ്ങളൊക്കെ എന്ത് ചെയ്യും? നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഭവിക്കും. നമ്മളോട് പറഞ്ഞു തരുന്നതിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം, ഈ വിശ്വാസ സ്ഥിരതയുള്ളവർ എന്ന് പറയുന്നവരെ നമുക്ക് ഒറ്റ വാക്കിൽ എന്തെന്ന് വിളിക്കാം? വിശ്വാസ സ്ഥിരതയുള്ളവർ. നമുക്കവരെ വിശുദ്ധരെന്ന് വിളിക്കാം, അല്ലേ? സദാ വിശ്വാസത്തിൽ സ്ഥിരത പുലർത്തി ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും, ജീവിതത്തിൽ എന്തൊക്കെ പങ്കപ്പാടുകൾ വന്നാലും, ഇനി ജീവൻ തന്നെ പോയാലും എൻ്റെ കർത്താവിലുള്ള വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്ന വിശ്വാസ സ്ഥിരതയുള്ളവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വിശുദ്ധരെന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് മുമ്പിൽ ഉയരുന്നൊരു ചോദ്യമുണ്ട്: ആരാണ് വിശുദ്ധർ? ആരാണ് വിശുദ്ധർ? നമ്മളുടെ പിതാക്കന്മാര് ശീമാ നമസ്കാരത്തില് വ്യാഴം പ്രഭാതം കോലോയില് ഒരു ഈരടികൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: നാഥൻ ഭാഗ്യം നേർന്നോരെ, വിമലന്മാരെ, ധന്യന്മാർ നിങ്ങൾ, ഇഹലോകത്തിൻ മോഹങ്ങളെ വെടിഞ്ഞ് വാനിലിത നൽ മണവറയും ദിവ്യവിരുന്നും നിങ്ങൾക്കായി സജ്ജം. അതായത് ഇഹലോകത്തിൻ്റെ മായ വെടിഞ്ഞപ്പോൾ സ്വർഗരാജ്യത്തിൽ നല്ല മണവറയും ദിവ്യവിരുന്നും നേടിയെടുത്തവരാണ് ആര്? വിശുദ്ധന്മാർ. ഇത്രയേ ഉള്ളൂ. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ചില മോഹ വാഗ്ദാനങ്ങള് മനസ്സുകൊണ്ട് അവർ വെടിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കപ്പെട്ടത് എന്തായിരുന്നു? നല്ല മണവറയും ദിവ്യവിരുന്നുമായിരുന്നു. നമ്മുടെ പിതാക്കന്മാരുടെ ഭാഷയിൽ പറഞ്ഞാല് എരുതീ വഴി എവിടെ എത്തിച്ചേർന്നവരാ? വാനത്തിൽ, സ്വർഗത്തിൽ എത്തിച്ചേർന്നവരെയാണ് നമുക്ക് ആരെന്ന് പറയാൻ പറ്റുന്നത്? വിശുദ്ധന്മാരെന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ പത്രോസ്ലീഹ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് എന്താ? നിങ്ങൾ ഈ വിശുദ്ധന്മാരുടെ പടവിലേക്ക്, അല്ലെ ആ വിശുദ്ധിയുടെ പടവിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? എത്തിച്ചേരണം. അങ്ങനെ എത്തിച്ചേരണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്ന രണ്ട് കാര്യങ്ങളാണ്. എന്ത്? ഒന്ന് ദൈവവിളിയും, മറ്റൊന്നെന്താണ്? വിശ്വാസ സ്ഥിരതയും. ഈ ദൈവവിളിയെ സംബന്ധിച്ച് നമ്മുടെ ഉള്ളിൽ ഒരു മിഥ്യാധാരണയുണ്ട്. എന്താണത്? അച്ഛന്മാർക്കും തിരുമേനിമാർക്കും മാത്രം കിട്ടുന്ന എന്തോ ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ദൈവവിളി എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ അമ്മമാരൊക്കെ മക്കളെ സെമിനാരി വിടാൻ ഒരുപാട് ആഗ്രഹിക്കും. അവരെന്തുകൊണ്ടോ പോയില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? അവന് എന്തില്ല? ദൈവവിളി ഇല്ല. പക്ഷെ സത്യത്തിൽ എന്താണെന്നറിയാവോ? ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും, ഇനി അവർ കുടുംബജീവിതം നയിക്കുവാണേലും അവർ സന്യാസ ജീവിതം നയിക്കുവാണേലും അവർക്ക് കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ദൈവവിളി. കൈവപ്പല്ല. എന്ത്? ദൈവവിളി എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒന്നാണ്. അപ്രകാരം ദൈവവിളി കിട്ടി ജീവിതത്തിൽ വിശ്വാസ സ്ഥിരത പുലർത്തിയ ഒരാളുടെ ഒരു നോമ്പാണ് നമ്മളിപ്പോൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ആരുടെയാ? വിശുദ്ധ ദൈവമാതാവിൻ്റെ. മാതാവിനെ പറ്റിയിട്ട് പിതാക്കന്മാർ എഴുതിയിരിക്കുന്നത് ഇങ്ങനാണ്: മുകിലാൽ വെള്ളമൊഴുക്കുന്നോൻ, മഴയാൽ ധരയെ നനയ്ക്കുന്നോൻ, പാനം ചെയ്താൻ ആശ്ചര്യം, മാതാ മറിയാമിൻ സ്തന്യം, മാതാവ് അത്യത്ഭുതപൂർവം സുതനെ പാരം ലാളിച്ചു. അതായത് ഒന്ന് ഓർത്തു നോക്കിക്കേ, നമ്മുടെ സാധാരണ മനസ്സിൽ നമ്മൾ നിങ്ങൾ അമ്മമാരായാലും അപ്പന്മാരായാലും മക്കളായാലും ഒക്കെ ഒന്ന് ഓർത്തു നോക്കിക്കേ, നമ്മളുടെ കുഞ്ഞിനെ മുലയൂട്ടുന്നതിൻ്റെ ഒരു സൗന്ദര്യമുണ്ട്, അല്ലേ? വിശുദ്ധ ദൈവമാതാവിനെ സിദ്ധിച്ചത് ആ സൗന്ദര്യമാണ്. പക്ഷെ എങ്ങനെയുള്ളവനെ മുലയൂട്ടാനാണ്? മേഘങ്ങളിൽ നിന്ന്
മഴ പൊഴിപ്പിക്കുന്നവനെ, അല്ലേ? മേഘത്തിനുമപ്പുറം സർവചരാചരങ്ങളെ നിയന്ത്രിക്കുന്നവനെ, സകലത്തിനും മുൻപേ ഉണ്ടായവനെ സ്തന്യമൂട്ടി തൻ്റേതെന്ന് പറഞ്ഞ് വളർത്തുവാനുള്ള ഒരു വലിയൊരു ഭാഗ്യമാണ് ആർക്ക് സിദ്ധിച്ചത്? പരിശുദ്ധ ദൈവമാതാവിന് സിദ്ധിച്ചത്. സത്യം പറഞ്ഞാൽ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് തൻ്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് ദാസിയായി തീർന്നവൾ ആരെന്ന് പറയുന്നത് ആര്? പരിശുദ്ധ ദൈവമാതാവ്. KP അപ്പൻ ഒരിക്കൽ പറയുകയുണ്ടായി, ഏറ്റവും സുന്ദരമായ നക്ഷത്രങ്ങളെക്കാൾ സുന്ദരിയായ കന്യക എന്ന മാതാവിനെ വിശേഷിപ്പിച്ച്. നമ്മൾ ഈ ലോകത്തിൽ സാഹിത്യകാരന്മാരുടെ ഭാഷയിൽ ഈ ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ളത് എന്തിനാ? നക്ഷത്രങ്ങൾക്കാന്നാ പറയുന്നത്. കാരണം എത്ര ദൂരത്ത് നിന്നാലും, നമ്മളിൽ നിന്ന് എത്രമാത്രം അകലത്തായിരുന്നാലും, മനസ്സിന് കുളിർമ തരാനും മനസ്സിന് ആശ്വാസം പകരാനും കണ്ണുകൾക്ക് ആനന്ദം പകരാനും ആരെ കൊണ്ട് സാധിക്കും? നക്ഷത്രങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പം ഏറ്റവും സുന്ദരമായ നക്ഷത്രങ്ങളെക്കാൾ സുന്ദരിയായ കന്യക എന്നാണ് KP അപ്പൻ മധുരം നിന്റെ ജീവിതത്തിൽ കന്യക മറിയാമിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. നക്ഷത്രം എന്നാൽ അത് ജാഗരണത്തിന്റെ ചിഹ്നമാണ്. എപ്പോഴും വിദ്വാൻമാരുടെ കഥകളിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, ജാഗരണത്തിന്റെ ചിഹ്നമാണ് എന്തെന്ന് പറയുന്നത് നക്ഷത്രം. പരിശുദ്ധ ദൈവമാതാവും അത്രമേൽ ജാഗ്രതയോടുകൂടിയിട്ട്, അത്രമേൽ വിനയത്തോടുകൂടി, അത്രമേൽ താഴ്മയോടുകൂടി തൻ്റെ ജീവിതത്തെ നോക്കിക്കണ്ടിരുന്ന ആളാണ്. എഫെസോസ് സുനഹദോസിൽ ദൈവമാതാവിനെ പറ്റി ചർച്ചയുണ്ടായി. അതായത് ദൈവമാതാവിനെ അംഗീകരിക്കണമോ വേണ്ടയോ എന്നതിനെപ്പറ്റി വലിയൊരു ചർച്ചയുണ്ടായി. ആ ചർച്ച നടക്കുമ്പോൾ തിമോത്തി വേർ ദൈവമാതാവിനെ പറ്റി വിവരിച്ചത് ഇത്രേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനാണ്: when men refuse to honor Mary, only too often it is because they didn't really believe in incarnation. അതായത് ആരാണോ ദൈവമാതാവിനെ വിശ്വസിക്കാത്തവർ, ആരാണോ ദൈവമാതാവിനെ അംഗീകരിക്കാത്തവർ, അവർ അംഗീകരിക്കാത്തത് എന്തുകൂടിയാണ്? കർത്താവിൻ്റെ രക്ഷണ്യ ചരിത്രം, മനുഷ്യാവതാര ചരിതം കൂടിയാണ് അവര് അംഗീകരിക്കാത്തത്. ദൈവമായിരുന്നവൻ സാധാരണ മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഈ ലോകത്തിലേക്ക് തനിക്ക് ജനിച്ചു വീഴുവാൻ അതിലും സാധാരണയായ ഒരു കന്യകയുടെ ഉദരമെടുത്തുവെങ്കിൽ അവൾ എത്രത്തോളം ശ്രേഷ്ഠതയേറിയവളാണെന്ന് ചിന്തിക്കണം. സഭയുടെ പഠിപ്പിക്കലുകളിൽ എന്നും മാതാവിൻ്റെ സ്ഥാനം ആരോട് ചേർന്നാണ്? ക്രിസ്തുവിനോട് ചേർന്ന്. ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയെ നയിക്കുന്ന മാതാവിനെ നമുക്കറിയാവുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ ഒരു സംഭവ കഥയുണ്ട്. ഇങ്ങനെയാണ്: മിദ്യാന്യരും അമാലേക്യരും അങ്ങനെ വലിയ വലിയ ശക്തികളെല്ലാം കൂടെ ഗിദെയോന് നേരെ ആക്രമണത്തിനായിട്ട് വന്നു. ഗിദെയോൻ ഒരു വലിയ വീരനാണ്. പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന വലിയ ഒരു ശ്രേഷ്ഠനായ ഒരു വീരനാണ് ഗിദെയോൻ. ഈ ഗിദെയോന് നേരെ മിദ്യാന്യരും അങ്ങനെ ഒരുപാട് വലിയ വലിയ പടകള് ഗിദെയോന് നേരെ ആക്രമിക്കാൻ വന്നു. ഗിദെയോന് യഹോവയുടെ വലിയ കരുണ ഉണ്ടാകുമെന്ന് ആര് നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നു? യഹോവ വളരെ നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇത്രയും വലിയ പടയോട് എനിക്ക് പോരാടി നിൽക്കാൻ കഴിയുമോ എന്നൊരു വിശ്വാസക്കുറവ് ആർക്കുണ്ടായിരുന്നു? ഗിദെയോൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഗിദെയോൻ യഹോവയോട് ഒരു അടയാളം ആവശ്യപ്പെടുക. അതായത് ഞാൻ ഇവരെ ജയിക്കും എന്നെനിക്ക് വിശ്വാസം വരണമെങ്കിൽ നീ എനിക്കൊരു അടയാളം തരണമെന്നാണ് പറയുന്നത്. അടയാളത്തിന് വേണ്ടി ചോദിച്ചത് ഇതാണ്: ഞാനൊരു ആടിൻ്റെ തോല് ഈ വരണ്ട നിലത്ത് ഇടും. രാത്രിയിൽ മഞ്ഞ് പെയ്യുമ്പോൾ ഈ തോല് മാത്രം നനയണം. പക്ഷേ വരണ്ട നിലം എന്ത് ചെയ്യാൻ പാടില്ല? നനയാൻ പാടില്ല. നമ്മളൊരു തുണി മുകളിലിട്ട് അതിൻ്റെ മുകളിലൂടെ വെള്ളം ഒഴിച്ചാൽ തുണിയും നനയും, എന്തും നനയും, ആ നിലവും നനയും. ഗിദെയോൻ ആവശ്യപ്പെട്ട അടയാളം ഇതാണ്. നമ്മളും പലപ്പോഴും അങ്ങനെയാണല്ലോ, അല്ലേ? നമുക്ക് അടയാളങ്ങൾ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വിശ്വസിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ ചിന്തയിൽ വരുന്നതാണ്. ഇതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഗിദെയോന് കൊടുത്ത ഏറ്റവും വലിയ, ഗിദെയോൻ ചോദിച്ച ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത്, ഞാനൊരു ആടിൻ്റെ രോമം എവിടെ ഇടും? ഈ വരണ്ട നിലത്തിടും. അതിന്മേൽ എന്ത് പെയ്യണം? മഞ്ഞ് പെയ്യും. ആ മഞ്ഞ് പെയ്യുമ്പോൾ ഈ രോമം മാത്രമേ നനയാൻ പാടുള്ളൂ. എന്ത് നനയാൻ പാടില്ല? വരണ്ട നിലം നനയാനായിട്ട് പാടില്ല. യഹോവ അരുളപ്പാട് സ്വീകരിച്ചു. പിറ്റേ ദിവസം ഗിദെയോൻ ആടിൻ്റെ രോമം എടുത്തു. അത് പിഴിഞ്ഞ് ഒരു കിണ്ടി നിറയെ വെള്ളം എടുത്തു എന്നാണ് പറഞ്ഞത്. പക്ഷെ നിലത്ത് നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചില്ല? ആ വരണ്ട നിലം അങ്ങനെ തന്നെ ഇരുന്നു. ഒരിറ്റുപോലും വെള്ളം ആ നിലത്തേക്ക് വീണില്ല.
വിശുദ്ധ യാക്കോബ് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവമാതാവിന്റെ കന്യകാത്വം ഇങ്ങനെയാണ്. ദൈവമാതാവിന് ആര് പുത്രനായി ജനിച്ചു? യേശു ക്രിസ്തു പുത്രനായി ജനിച്ചു. പക്ഷെങ്കിൽ അവളുടെ കന്യകാത്വത്തിന്, അവളുടെ കന്യാമുദ്രയ്ക്ക് എന്ത് സംഭവിക്കുന്നില്ല? ഭംഗം സംഭവിക്കുന്നില്ല. എന്തു തന്നെ ആയാലും നമ്മളുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ദൈവമാതാവിന്റെ ചരിതം. യുയാക്കീമിനും അന്നയ്ക്കും വളരെ കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രം കിട്ടിയ ഒരാളാണ് ആരെന്ന് പറയുന്നത്? ദൈവമാതാവ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളെ ഒത്തിരി പ്രാർത്ഥിച്ച് കിട്ടിയത് കൊണ്ട് തന്നെ ആ മാതാവിനെ എവിടേക്ക് തന്നെ വിടുകയാണ്? ദേവാലയത്തിലേക്ക് വിടുകയാണ്. ദേവാലയത്തിന്റെ കാര്യങ്ങൾ നോക്കി ദൈവത്തോട് ചേർന്ന് ജീവിച്ച അവളെ ദൈവം എന്തിനു വേണ്ടി തെരഞ്ഞെടുത്തു? തൻ്റെ മകനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്തു. നമ്മുടെ ഉള്ളവും ഇതുപോലെ ആവേണ്ടത് ആവശ്യമാണ്. വിശുദ്ധ ദൈവമാതാവ് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത്, എങ്ങനെയാണോ മാതാവിന്റെ ഉള്ളം ഇത്ര നൈർമല്യത്തോടെ വിളങ്ങിയത്, എങ്ങനെയാണോ ദൈവത്തെ ഉള്ളിൽ, ദൈവമായ കർത്താവിനെ തന്നെ ഉള്ളിലേക്ക് പേറുവാൻ തക്കവണ്ണം ജീവിത വിശുദ്ധി താൻ നേടിയെടുത്തത്, അത്രമാത്രമില്ലെങ്കിലും അതിൽ കുറച്ചെങ്കിലും ജീവിത വിശുദ്ധി ഈ കാലയളവിൽ, ഈ നോമ്പിന്റെ കാലയളവിൽ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കണം. പരിശുദ്ധ പത്രോസ്ലീഹ നമുക്ക് പറഞ്ഞു തന്ന ദൈവവിളിയും വിശ്വാസ സ്ഥിരതയും എന്ന ഈ ഒരു വേദഭാഗം വിശുദ്ധ ദൈവമാതാവിന്റെ ജീവിതത്തിലൂടെ തന്നെ ചിന്തിക്കുവാനായിട്ടാണ് ഈ തരണം കർത്താവിൽ ശരണപ്പെടുന്നത്. ഒന്നാമതായി, ദൈവവിളിയെ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് യഥാർത്ഥ ജ്ഞാനം ഗ്രഹിക്കുവാനായിട്ട് സാധിക്കണം. ദൈവവിളിയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ യഥാർത്ഥ ജ്ഞാനം നമ്മളുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ, ഗ്രഹിച്ചെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കേവലം 13 വയസ്സ് മാത്രമുള്ള ഒരു ബാലികയുടെ മുമ്പിലേക്ക് ആര് വരുന്നത്? ഗബ്രിയേൽ ദൂതൻ വരുന്നത്. വന്ന പാടെ ദൂതൻ പറയുന്നത്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് എന്താ പറയുന്നത്? നിനക്കൊരു മകൻ ജനിക്കും. ഇതെന്താ സംഭവിക്കുന്നതെന്ന് പോലും, ഈ മകൻ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് പോലും അറിയാത്തൊരു ബാലികയുടെ മുമ്പിലോട്ടാണ് ഈ ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് ഏറ്റവും വലിയൊരു കാര്യം, വലിയൊരു സത്യം പറഞ്ഞു കൊടുക്കുന്നത്. മാതാവിനെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നല്ലേ? അതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്, ഞാൻ പുരുഷനെ അറിയാതിരുന്നാൽ എനിക്ക് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്നൊക്കെയുള്ള ഒരുപാട് വലിയ ചോദ്യങ്ങൾ, വലിയ സംശയങ്ങൾ ആർക്കുണ്ടായിരുന്നു? പരിശുദ്ധ ദൈവമാതാവിനുണ്ടായിരുന്നു. പക്ഷെ ഈ സംശയങ്ങൾക്കൊക്കെ ഒടുവിൽ എല്ലാത്തിനും മറുപടി ലഭിച്ചു കഴിഞ്ഞ് തൻ്റെ ദൈവവിളിയാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞ്, അതായത് തൻ്റെ ദൈവവിളിയാണിതെന്ന് തിരിച്ചറിഞ്ഞ് യഥാർത്ഥ ജ്ഞാനം ഗ്രഹിച്ച് ദൈവമാതാവ് എന്താ പറയുന്നേ? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിച്ചു കൊള്ളട്ടെ. യഥാർത്ഥ ജ്ഞാനത്തെ നമ്മുടെ ഉള്ളിലേക്ക് പേറുവാൻ നമുക്ക് സാധിക്കണം. അപ്പൊ എന്താണ് യഥാർത്ഥ ജ്ഞാനം? അടുത്ത ചോദ്യമാണ്, എന്താണ് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത്? യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ആരോട് യാചിക്കട്ടെ? ദൈവത്തോട് യാചിക്കട്ടെ. വീണ്ടും സങ്കീർത്തനം 37-ാം സങ്കീർത്തനം അതിന്റെ 30-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ദൈവിക ദാനമായ ജ്ഞാനം പ്രാപിച്ചവൻ ഭാഗ്യവാൻ. സഭാപ്രസംഗിയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ പറയുന്നു, തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് ദൈവം എന്തു കൊടുക്കുന്നു? ജ്ഞാനം നൽകുന്നു. ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ജ്ഞാനം എന്ന് പറയുന്നത് ആര് തരുന്നതാണ്? ദൈവം തരുന്നതാ. ദൈവിക ദാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജ്ഞാനം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി. അപ്പൊ സദൃശവാക്യത്തിൽ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുകയാണ്, യഹോവ ഭക്തിയാണ് എന്തിന്റെ ആരംഭം എന്ന് പറയുന്നത്? ജ്ഞാനത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് യഹോവ ഭക്തിയാണെന്ന് പഠിക്കുക. യഹോവ ഭക്തി വലിയൊരു വാചകമാണ്, ഒരു വാക്കാണ് ഭക്തി എന്ന് പറയുന്നത്. ഭജ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാ ഭക്തി എന്ന് പറയുന്ന വാക്ക് ഉണ്ടായത്. ഭജ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? സേവിക്കുക എന്നതാണ്. എന്താ? സെർവൻ്റ് ആവുക, സേവിക്കുക എന്നതാണ് ഭജ് എന്ന വാക്കിനർത്ഥം. നമ്മൾ ഭയങ്കരമായ ഭക്തി ഉള്ളവരാണ്,
എനിക്ക് ഭയങ്കര ഭക്തിയാണ് എന്ന് നമ്മൾ നമ്മുടെ ഉള്ളം കൊണ്ട് പറയുമ്പോൾ നമ്മൾ ആദ്യം ഇൻവേർട്ടഡ് കോമയിൽ ചിന്തിക്കേണ്ടത് എന്താണ്? എനിക്ക് സേവിക്കുവാനുള്ള, എനിക്ക് എൻ്റെ സഹോദരനെയോ അപരനെയോ സേവിക്കുവാനുള്ള മനസ്സുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. കൂടാരപ്പെരുന്നാൾ നമുക്കെല്ലാം അറിയാം. പത്രോസും യോഹന്നാനും യാക്കോബും ക്രിസ്തുവിനോടൊപ്പം എവിടേക്ക് കയറിപ്പോവുകയാണ്? താബോർ മലയുടെ മുകളിലേക്ക് കയറിപ്പോവുകയാണ്. അവിടെ വെച്ച് തേജസ്കരണം സംഭവിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഇടതും വലതുമായിട്ട് ആരൊക്കെ വരുന്നു? മോശയും ഏലിയാവും ക്രിസ്തുവിൻ്റെ ഇടതും വലതുമായിട്ട് നിൽക്കുന്നു. അവിടെ വെച്ച് ഭക്തിയുടെ അതിപ്രസരം മൂത്ത് നമ്മളെ പോലെ ദേവാലയത്തിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിലുള്ള ഭക്തിയൊക്കെ എന്ത് ചെയ്യും? സഡകുടഞ്ഞങ്ങോട്ട് എഴുന്നേൽക്കും. അതുപോലെ പത്രോസിന്റെ ഉള്ളിലും ഈ ഭക്തി അങ്ങോട്ട് സഡകുടഞ്ഞങ്ങോട്ട് എഴുന്നേറ്റിട്ട് പത്രോസ് എന്താ പറഞ്ഞേ? ഞാനിവിടെ എത്ര കുടിലുണ്ടാക്കാം? 3 കുടിലുണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. ക്രിസ്തു എന്തെങ്കിലും മറുപടി പറഞ്ഞതായിട്ട് അവിടെ കാണുന്നുണ്ടോ? ഒരു മറുപടിയും പറഞ്ഞില്ല. അടുത്ത വാചകത്തിൽ എന്താ കാണുന്നത്? അവൻ മലയുടെ താഴ്വാരത്തിലേക്ക് ഇറങ്ങി വന്നു. ഇതിൽ നിന്ന് ഇൻവിസിബിൾ ആയിട്ട്, അല്ലെ ബിയോണ്ട് ദ ലൈൻ എന്ന് പറയും, വാക്കുകൾക്ക് അതീതമായിട്ട് നമുക്കൊരു കാര്യം ഗ്രഹിച്ചെടുക്കാം. ക്രിസ്തു മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവും, നിനക്ക് ദേവാലയത്തിൽ വന്ന് കുടിലടിച്ച് പാർക്കുവാൻ തക്കവണ്ണം ഭക്തി ഉണ്ടായിട്ടും പ്രത്യേകിച്ചൊരു കാര്യവും ഇല്ല. നീ എവിടേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത്? താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. കാരണം അവിടെ നിന്നേക്കാത്ത ആരൊക്കെ ഇരിപ്പുണ്ട്? അശരണരുണ്ട്, അനാഥരുണ്ട്, വിധവമാരുണ്ട്, ആരും സഹായിക്കാനില്ലാത്തവരുണ്ട്, രോഗികളുണ്ട്. നമുക്ക് ഈ ദേവാലയത്തിൽ കാണുന്ന ഒരു ഭക്തി ഉണ്ടല്ലോ, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്ന് നമുക്ക് കാണുന്ന ഭക്തി ഉണ്ടല്ലോ, ഈ ഭക്തി ഈ ദേവാലയത്തിന്റെ പടി കടന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നേരെ ഒരല്പം അനുകമ്പ കാണിക്കുവാൻ കഴിയുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഭക്തി ഉണ്ടാവുന്നത്. ജ്ഞാനം ഗ്രഹിച്ചറിയണമെങ്കിൽ ജീവിതത്തിൽ എന്തു കൂടിയേ തീരൂ? ഭക്തി കൂടിയേ തീരൂ. ഭക്തി കൂടണമെങ്കിൽ നമുക്ക് എന്തും കൂടെ ആവശ്യമാണെന്നറിയാവോ? കുറച്ച് അനുതാപം ആവശ്യമാണ്. പിതാക്കന്മാർ എഴുതി വെച്ചത്, നീ അനുതാപം ചിത്രമതാക്കാൻ നോക്കുന്നെങ്കിൽ വർണ്ണഛായം കൈക്കൊള്ളേണ്ട, പകരം എന്താ ഏൽക്കേണ്ടത്? കണ്ണീരേൽക്കൂ. താപത്തിൻ വൻ പെരുന്നാളല്ലോ കണ്ണീർ വർഷം. നിനക്ക് അനുതപിക്കാനായിട്ട് ഒരല്പമെങ്കിലും ആഗ്രഹമുണ്ട് എങ്കിൽ നീ എന്താ ചെയ്യേണ്ടത്? നീ വലിയ ചിത്രങ്ങൾ, വലിയ ചായങ്ങളൊന്നും എടുത്ത് പൂശണ്ട. മറിച്ച് എന്ത് ചെയ്താൽ മതി? ഒരിറ്റു കണ്ണുനീര് നിന്റെ താതൻ്റെ തിരുസന്നിധിയിൽ ഒഴുക്കിയാൽ മതി. ദേവാലയത്തിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ ഈ പ്രൗഢിയൊക്കെ ഒന്ന് മാറ്റിവെച്ച്, നമ്മൾ എന്തോ വലിയ ആളാണ്, ഈ ദേവാലയത്തിലെ പ്രമുഖയാണെന്നോ, നമ്മൾ ഉടുത്തിരിക്കുന്ന സാരിയുടെയോ ഷർട്ടിൻ്റെയോ വലുപ്പമൊക്കെ മാറ്റിവെച്ച്, തമ്പുരാനെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാളും ചെയ്തു പോയിട്ടുള്ള ചില തെറ്റുകളെ പറ്റി ഒരു കുറ്റബോധമുണ്ടായി, ഒരിറ്റ് കണ്ണുനീരൊഴുക്കിക്കഴിഞ്ഞാൽ അത് ദൈവ തിരുസന്നിധിയിൽ ഭക്തിക്ക് സമമായിട്ട് സ്വീകാര്യമാകുമെന്നാണ് പിതാക്കന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് പാപിനിയായ സ്ത്രീയെ അറിയാം. ജീവിതത്തിൽ അന്ന് വരെ അവൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിരുന്നു. വേദപ്രമാണം അനുസരിച്ച്, ന്യായപ്രമാണം അനുസരിച്ച് കൊടിയ പാപമെന്ന് വിചാരിക്കുന്നത് പോലും ആര് ചെയ്തിരുന്നു? പാപിനിയായ സ്ത്രീ ചെയ്തു. പക്ഷെങ്കിൽ അവളുടെ കണ്ണുനീര് കൊണ്ട് അവൻ്റെ കാൽപാദം കഴുകിയപ്പോൾ പിന്നെ പാപിനിയായ സ്ത്രീയുടെ സ്ഥാനം എവിടെയായിരുന്നു? റോഡിലല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലായിരുന്നു. നമ്മുടെ സ്ഥാനവും പലപ്പോഴും ഈ റോഡിൽ നിന്നും ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലോട്ടാവണമെങ്കിൽ ഒരിറ്റു കണ്ണുനീര് പൊഴിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. സുഗതകുമാരി ടീച്ചറുടെ മനോഹരമായിട്ടുള്ളൊരു കവിതയുണ്ട്. കവിതയുടെ പേര് ഇതാണ്, കൃഷ്ണ നീ എന്നെ അറിയുന്നില്ല എന്ന കവിതയുടെ പേര്. കൃഷ്ണ നീ എന്നെ അറിയുന്നില്ല. മനോഹരമായൊരു കവിതയാണ്. ആ കവിതയുടെ കഥ എങ്ങനെയാണ്? കൃഷ്ണൻ ഒരു ഗ്രാമത്തിലേക്ക് വരികയാണ്. സ്വാഭാവികമായിട്ടും കൃഷ്ണന് ചുറ്റും ആര് കാണും? ഒരുപാട് ഗോപികമാരുടെ സംഘങ്ങൾ കൃഷ്ണന് ചുറ്റും കാണും. എന്നാൽ ഈ കൃഷ്ണൻ അടുത്തേക്ക് വരാൻ സാധിക്കാത്തൊരു ഗോപികയുണ്ട്. അവളുടെ വസ്ത്രം കൊണ്ടാവാം, അവളുടെ സോഷ്യൽ സ്റ്റാറ്റസ് കൊണ്ടാകാം, എന്തുകൊണ്ടോ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കൃഷ്ണനെ പരിചരിക്കുന്ന ഗോപികമാരുടെ വൃന്ദത്തിലേക്ക് കടന്നു വരുവാനായിട്ട് അവളെ സാധിക്കുന്നില്ല. എന്നാൽ അവളുടെ മനസ്സിൽ കൃഷ്ണനോടുള്ള ഭയങ്കരമായ പ്രണയമുണ്ട്, കൃഷ്ണനോടുള്ള തീവ്രമായ ആരാധനയുണ്ട്. ആ വിഷമത്തിൽ അവൾ നിന്ന് പാടുന്നത് എന്ത്? കൃഷ്ണ നീ എന്നെ അറിയുന്നില്ല.
കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാ: കൃഷ്ണൻ ആ ഗ്രാമത്തിൽ നിന്ന് തിരികെ പോകുമ്പോൾ ഈ ഗോപികയുടെ വീടിന് മുൻപിൽ നിർത്തി അവളെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്തിട്ടാണ് ആര് പോകുന്നത്? കൃഷ്ണൻ പോകുന്നത്. അവൾ മനസ്സ് നിറഞ്ഞു പാടി, കൃഷ്ണ നീ എന്നെ അറിഞ്ഞുവല്ലോ. പലപ്പോഴും നമ്മൾ ഇങ്ങനാണ്, നമ്മുടെ വിചാരം നമ്മളാണ് ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരെന്ന നമ്മളുടെ തെറ്റായ ഒരു ധാരണയുണ്ട്. ഞാൻ കഴിഞ്ഞിട്ടായിരിക്കാം ദൈവത്തിന്, ചിലപ്പോൾ 2 സഹോദരങ്ങളാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് എന്നോടുള്ള ഇഷ്ടം കഴിഞ്ഞിട്ടേ അവനോട് ദൈവത്തിന് ഇഷ്ടമുണ്ടാവുകയുള്ളൂ. നമ്മുടെ പല പ്രാർത്ഥനകളും അങ്ങനെ. നമ്മളെല്ലാം സ്വാർത്ഥ ലാഭത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ തോന്നുന്നത്? എൻ്റെ ആഗ്രഹമാണ് നടക്കാൻ പോകുന്നത്. കാരണം എന്താ? എനിക്കാണ് ദൈവത്തോട് കൂടുതൽ ഇഷ്ടം, ദൈവത്തിനാണ് എന്നോട് കൂടുതൽ ഇഷ്ടം. പലപ്പോഴും ഈ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് കൊണ്ട് നമ്മൾ അങ്ങോട്ട് തട്ടി മാറ്റി നിർത്തിയിരിക്കുന്ന കുറേ പേരുണ്ടല്ലോ. നമ്മുടെ മർത്തമറിയത്തിൽ നിന്നാണേലും ഈവൻ ബാലസമാജത്തിൽ നിന്നാണേലും യുവജന പ്രസ്ഥാനത്തിൽ നിരപേക്ഷികമായിട്ടുള്ള ഒരു സോഷ്യൽ സ്റ്റാറ്റസ് കൊണ്ട് നമ്മൾ അങ്ങോട്ട് തട്ടി മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ. അവരെ ചേർത്ത് പിടിച്ചിട്ട് പോകാനായിരിക്കും ആർക്ക് താല്പര്യം? ക്രിസ്തുവിന് താല്പര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ ജ്ഞാനം ഗ്രഹിച്ച് ദൈവവിളി തിരിച്ചറിയുക എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമാണ്: ഭക്തി ഉണ്ടാവുക, സേവനം ചെയ്യുവാനുള്ള മനോഭാവം ഉണ്ടാവുക. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് വീണ്ടെടുപ്പ് ബോധം ഉളവാകുന്ന ജീവിതം സ്വീകരിക്കുക എന്നതാണ്. വീണ്ടെടുപ്പ് ബോധം ഉണ്ടാവുക. എന്താണ് ഈ വീണ്ടെടുപ്പ് ബോധം എന്ന് പറഞ്ഞാൽ? വീണ്ടെടുപ്പ് ബോധത്തിന് പര്യായമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് വിശ്വാസ സ്ഥിരത എന്നത്. വീണ്ടെടുപ്പ് ബോധത്തിന് മലയാളം ഡിക്ഷണറി നൽകുന്ന ഡെഫിനിഷൻ ഇങ്ങനെയാണ്: നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതൊന്നും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതല്ല എന്ന ബോധത്തിൽ മുന്നോട്ട് ജീവിക്കുന്നതിന് എന്തെന്ന് പറയുന്നത്? വീണ്ടെടുപ്പ് ബോധം എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ടുന്ന ഒന്നാണ് എന്ത്? ഈ വീണ്ടെടുപ്പ് ബോധം. നമ്മൾ മാതാവിനെ ഭാഗ്യവതി എന്നാ വാഴ്ത്തുന്നത്, അല്ലേ? എന്താ വാഴ്ത്തുക? ഭാഗ്യവതി. നമ്മളുടെ പാട്ടുകളിലും നമ്മളുടെ ഇതുപോലെയുള്ള ലുത്തിനിയകളിലും ഒക്കെ നമ്മൾ എന്താ പറയുന്നത്? ഭാഗ്യവതിയായ മാതാവ്. ഈ ലോകപ്രകാരം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ജനിച്ച കാലം മുതൽ ഇത്രത്തോളം പീഡനം അനുഭവിച്ച ഒരു സ്ത്രീയും ഉണ്ടാവില്ല, അല്ലേ? ആദ്യം ജനിക്കുന്നു, ദേവാലയത്തിൽ വളരുന്നു, ഏതോ ഒരു പ്രായത്തിൽ, വളരെ ചെറിയ പ്രായത്തിൽ ഗർഭിണിയാവുക. അന്നത്തെ സാഹചര്യത്തിൽ, യഹൂദ സാഹചര്യത്തിൽ കന്യക ഗർഭം ധരിച്ചാൽ പിന്നെ എന്താ സംഭവിക്കുക? അവളെ സമൂഹത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞോടിക്കുക എന്നതാണ് യഹൂദ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഇപ്രകാരം വളരെ വേദന പേറി നിന്ന്, വളരെ സങ്കടം പേറി നിന്ന് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞിനെ പ്രസവിച്ച് അതിനെയും കൊണ്ട് ഒരിടത്തിരിക്കാൻ പറ്റിയില്ല. രണ്ടിൻ്റെ അന്ന് എങ്ങോട്ട് ഓടേണ്ട വന്നു? ഇതര നാട്ടിലേക്ക് ഓടേണ്ട വന്നു. ഇനി അവൻ വളർന്നു, എന്നാലേലും ഒരു സമാധാനം കിട്ടുമെന്നോർത്തു 12ാമത്തെ വയസ്സിൽ അവൻ ഇവിടെ പോയിരുന്നു, അപ്പനെയും അമ്മയും വിഷമിച്ച് ദേവാലയത്തിലോട്ട് പോയിരുന്നു. പിന്നെയും അവൻ വളർന്നു. ലോകം പറയുന്നൊരു ഫ്രീക്കൻ പയ്യനായിട്ട് ആര് വളർന്നു? ക്രിസ്തു വളർന്നു. മുടിയൊക്കെ അഴിച്ചിട്ട്, അല്ലേ? നമ്മുടെ നാട്ടിലെ ഫ്രീക്കൻസിനെ നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നത്. മുടിയൊക്കെ അഴിച്ചിട്ട് സമൂഹത്തിന്റെ ഏറ്റവും മോശപ്പെട്ട തുറയിലുള്ളവരുമായിട്ട് കൂട്ടുകൂടി അവരോടൊന്നിച്ച് ഊടാടി നടന്ന് സഞ്ചരിച്ച് ആഘോഷത്തോടെ ആർത്തുല്ലസിച്ച് അവൻ ജീവിച്ചു. എത്ര പേരാ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും, നിന്റെ മോനെ ഒന്ന് നിലയ്ക്ക് നിർത്തിയാൽ കൊള്ളാമെന്ന്? എത്ര പേരാ വീട്ടിൽ വന്ന്? ഇന്ന് നമ്മുടെ മക്കളെങ്ങാനും എങ്ങോട്ടേലും പോയി കഴിഞ്ഞാൽ എത്ര പരാതികളല്ലേ വീട്ടിൽ വരുന്നത്? സ്കൂളുകളിൽ നിന്നായാലും സോഷ്യൽ ഗ്രൂപ്പുകളിൽ നിന്നായാലും ഒക്കെ എത്ര പരാതികൾ മാതാവിൻ്റെ വീട്ടിലും വന്നിട്ടുണ്ടാവും. നിന്റെ മോനെ ഒന്ന് അടക്കി നിർത്താൻ നിനക്കായിക്കൂടെ? അതും കഴിഞ്ഞിട്ട് സ്വന്തം മോനെ പിച്ചി ചീന്തി കൊന്നു കളയുന്നത് വരെ ആര് കണ്ടു? മാതാവ് കണ്ടു. എന്നിട്ടും നമ്മൾ അവളെ എന്താ വിളിക്കുന്നത്? ഭാഗ്യവതി. ഈ ഭാഗ്യം എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? വീണ്ടെടുപ്പ് ബോധത്തിന്റെയും വിശ്വാസ സ്ഥിരതയുടെയും അവസ്ഥയാണ്. ലോകം കാണുന്നതൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ എന്ത്? ഭാഗ്യാവസ്ഥ. ഇപ്പൊ നമ്മൾ ഒരുപാട് വേദന അനുഭവിച്ചായിരിക്കും ചിലരെങ്കിലും ഈ പള്ളിയിൽ ഇരിക്കുന്നത്. മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും ഒരുപാട് വേദനകളും ഉണ്ടായിരിക്കാം. എന്നെ പോലെ ഭാഗ്യമില്ലാത്ത ഒരാളും ഈ ലോകത്തില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എത്ര തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് എന്തിനാ ദൈവമേ നീ എന്നോട് ഇത് ചെയ്തത്? നമ്മൾ ഒരുപാട് തവണ ആവർത്തിച്ച് നമ്മുടെ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഉത്തരം ആരാന്നറിയാവോ? പരിശുദ്ധ ദൈവമാതാവ്. ലോകം നൽകിയ ഒരു ഭാഗ്യാവസ്ഥയും അവൾക്ക് കിട്ടിയിട്ടില്ല. തലമുറകൾ കഴിഞ്ഞപ്പോൾ ലോകത്തിലേക്കും ഏറ്റവും
ഭാഗ്യവതിയായ സ്ത്രീയായിട്ട് ദൈവമാതാവ് മാറുകയാണ്. മറിയാമും എലിസബത്തും തമ്മിൽ കണ്ടുമുട്ടുന്നത് മറിയാമിൻ്റെ പാട്ടായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ജീവിതത്തിൽ ഏറെ പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുള്ള രണ്ടുപേരാ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മാതാവ് എങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ഗർഭിണിയായി. എലിസബത്തിനെ സംബന്ധിച്ച് സമൂഹത്തിൻ്റെ പുറത്തേക്ക് പോലും ആർക്കിറങ്ങാൻ കഴിയുന്നില്ല, എലിസബത്തിന് ഇറങ്ങാൻ കഴിയുന്നില്ല. കാരണം എന്താ? വാർദ്ധക്യത്തിലാണ് ഒരു കുഞ്ഞിൻ്റെ അമ്മയായത്. സ്വാഭാവികമായും നിന്ദകളുണ്ടാകും, പരിഹാസങ്ങളുണ്ടാകും. അങ്ങനെ ഏറ്റവും വിഷമിച്ച് നിൽക്കുന്ന സമയത്താ ഇവർ രണ്ടുപേരും കൂടെ കണ്ടുമുട്ടുന്നത്. മറിയാമിൻ്റെ ഉദ്ദേശം എലിസബത്തിനെ പരിചരിക്കുക എന്നത് മാത്രമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എലിസബത്തിൻ്റെ പ്രസവമൊക്കെ കഴിഞ്ഞ് സമാധാനപരമായിട്ട് ആര് തിരിച്ചു വരൂ? മറിയം തിരിച്ചു വരൂ. ചാരാൻ ഒരു തോള് തന്നെയാ ആരും ആഗ്രഹിച്ചത്? മാതാവും ആഗ്രഹിച്ചത്. എൻ്റെ വിഷമങ്ങൾ ഇറക്കി വെക്കാൻ എനിക്ക് ചാരാനായിട്ടുള്ള ഒരു തോൾ അന്വേഷിച്ചാണ് അവൾ ആരുടെ അടുത്തേക്ക് ചെല്ലുന്നത്? എലിസബത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. ഇവർ രണ്ടുപേരും കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞത് എന്തല്ല? പ്രാരാബ്ദങ്ങളല്ല, പ്രാരാബ്ദങ്ങളുടെ കെട്ടല്ല ഇവർ രണ്ടുപേരും അഴിച്ചത്. ആരാണ് ഏറ്റവും താഴ്ന്നത് എന്ന് മത്സരിച്ച് നേടിക്കൊണ്ടിരിക്കുകയാണ് എലിസബത്തും മാതാവും. ഒരാൾ പറയാണ് നീ എത്ര ഭാഗ്യവതിയാന്ന് പറയുമ്പോൾ മറ്റേ ആൾ പറയാണ് എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ മുമ്പിൽ വരാൻ തക്കവണ്ണം ഞാൻ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുക. തങ്ങൾക്ക് ലഭിച്ചതെന്തോ അതിനെ വാഴ്ത്തിക്കൊണ്ട് അവർ രണ്ടുപേരും പാട്ടുപാടുകയാണ്. നമ്മളുടെ ജീവിതത്തിലും ചിലപ്പോഴെങ്കിലും ഇത് വേണം. എപ്പോഴും നമ്മൾ മാനുഷികമായ വികാരങ്ങൾ നമ്മളെ ഭരിക്കുമെങ്കിലും ചിലപ്പോഴെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ എല്ലാത്തിനും ഒടുക്കം ഒരുവനുണ്ട്, താങ്ങാൻ ഒരുവനുണ്ട് എന്ന ബോധ്യം നമുക്ക് വേണം. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ അമാലേക്യരും ദാവീദും തമ്മിൽ വലിയൊരു യുദ്ധം നടത്തുക. അമാലേക്യർ എന്ന് പറയുന്ന വലിയ ശക്തമായൊരു പടയാണ്. ദാവീദിനും സുസജ്ജമായ ഒരു പട ദാവീദിന്റെ പക്കലുമുണ്ട്. എന്നാൽ ആദ്യമേ അമാലേക്യര് വിജയം നേടുകയാണ്. പതിയെ ദാവീദിന്റെ ഓരോന്നായിട്ട് ആരെടുത്തുകൊണ്ട് പോവുക? അമാലേക്യര്. ദാവീദിന്റെ ഭാര്യമാര്, ദാവീദിന്റെ പണം, സ്വത്ത്, ദാവീദിന്റെ പടക്കോപ്പുകള്, അങ്ങനെ ഓരോന്നായിട്ട് അമാലേക്യർ എടുത്തുകൊണ്ട് പോവുക. എന്നാൽ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോയ ദാവീദിന് ഈ യുദ്ധത്തിന്റെ അവസാനം ഒരു വിജയം നേടുവാൻ സാധിക്കും. അങ്ങനെ 19-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടി, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ. ഇന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതൊന്നും നിങ്ങൾക്കുള്ളതല്ല എന്ന് ചിന്തിക്കുന്നതിനപ്പുറം എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും അതിനെ നേരിടുവാൻ തക്ക പാകത എൻ്റെ മനസ്സിനുണ്ട് എന്ന ബോധ്യമാണ്. ഒരു വലിയ ചിന്തയുണ്ട്. നഷ്ടപ്പെട്ടതൊന്നും നിങ്ങളുടേതല്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ആശ്വാസം കിട്ടുമെന്നൊരു ചിന്തയുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നു അതിനുമപ്പുറം ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും, എന്ത് നഷ്ടങ്ങൾ സംഭവിച്ചാലും എൻ്റെ കർത്താവിനെക്കാട്ടിലും വലിയതായിട്ടൊന്നും എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന ചിന്തയാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുവാൻ, നമ്മളെ താങ്ങി നിർത്താൻ പ്രേരിപ്പിക്കുന്നത്. ഇയ്യോബിൻ്റെ പരീക്ഷണങ്ങളൊക്കെ നമുക്കറിയാം. എല്ലാമുള്ള ഇയ്യോബിനാണ് ദൈവത്തെ ആരാധിക്കുന്നതെന്ന് സാത്താൻ ഒരിക്കൽ യഹോവയോട് പറഞ്ഞു. നീ ഇതൊക്കെ ആർക്ക് കൊടുക്കുന്നുണ്ട്? ഇയ്യോബിന് കൊടുക്കുന്നുണ്ട്. സകല സ്വത്തുക്കൾ കൊടുക്കുന്നുണ്ട്, സകലവിധമായ അനുഗ്രഹങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ അവൻ എന്ത് ചെയ്യും? നിന്നെ ആരാധിക്കാതെ അവന് വേറെ തരമില്ല എന്നാണ് സാത്താൻ പറയുന്നത്. നീ ഇതൊക്കെ ഒന്ന് എടുത്തു നോക്ക്, അപ്പോൾ നമുക്ക് കാണാം ഇയ്യോബ് എങ്ങനെയാണ് നിന്നെ സ്നേഹിക്കുന്നത് എന്ന്. ഇപ്പം ഇതൊക്കെ ഓരോന്നായിട്ട് യഹോവ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നിന്ന് എടുക്കുകയാണ് അല്ലേ. ഓരോന്നെടുത്തപ്പോഴും ഇയ്യോബ് വിശ്വാസത്തോടുകൂടി പറഞ്ഞു, ഇത്രയേറെ നന്മ എനിക്ക് ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാമെങ്കിൽ ഒരു തിന്മ സ്വീകരിച്ചത് കൊണ്ട് എന്താണ് സംഭവിക്കുക? യഹോവ തന്നു, യഹോവ എടുത്തു. ആരുടെ നാമം വാഴ്ത്തപ്പെടട്ടെ? ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇങ്ങനെ നമുക്ക് മോട്ടിവേഷൻ സ്റ്റോറീസ് ഒക്കെ വേദപുസ്തകത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. പ്രാർത്ഥനയുടെ സമയത്ത് ബഹുമാനപ്പെട്ട മോൻസ് ജോസഫ് അച്ഛൻ ഡിപ്രഷൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചു. ഇന്ന് നമ്മളുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. നമ്മൾ വളരെ സൗമ്യതയോടുകൂടി അല്ലെങ്കിൽ വളരെ കാര്യമായിട്ട് ഈ ഒരു വാക്ക് പറയും, ആൻസൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ എന്നൊക്കെ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നറിയാമോ? ഹോർമോൺ വ്യതിയാനങ്ങളൊക്കെയാണെന്ന് പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു വീണ്ടെടുപ്പ് ബോധം ഇല്ലാത്തത് കൊണ്ടാണ്. എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി, എന്തൊക്കെയോ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെയുള്ളൊരു ചിന്ത നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വരുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇങ്ങനെയുള്ള ഡിപ്രഷനും സ്ട്രെസ്സും ഒക്കെ
അവരുടെ ജീവിതത്തിലേക്ക് ചെന്നു ചേരുന്നത്. ഇനി പ്രിയപ്പെട്ട മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ വേദനിച്ച് നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, ഡിപ്രഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. നമ്മൾ എപ്പോഴും പറയും, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാ ഇതിലൊന്നും പോവരുത്, അല്ല ഞാൻ നിന്നെ അന്നേ പറഞ്ഞതാ ഇതൊന്നും ചെയ്യരുത് തുടങ്ങിയ കുറ്റപ്പെടുത്തലുകളൊക്കെ ഒന്ന് മാറ്റി നിർത്തി ചേർത്ത് പിടിച്ച് ക്രിസ്തീയ വിശ്വാസപ്രകാരം എന്തു പറഞ്ഞു പഠിപ്പിക്കണം? നിന്റെ ദൈവം നിനക്ക് ആശ്രയമായിട്ടുണ്ടെന്ന്. ഒരു പ്രശസ്തനായ സഭാപിതാവ് പറഞ്ഞത്, എ കത്തീഡ്രൽ ഈസ് നത്തിങ് ബട്ട് ആൻ എക്സ്റ്റൻഷൻ ഓഫ് മദേഴ്സ് വൂംബ് എന്ന. അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ കുറച്ചും കൂടി വികസിതമായ ഒരു രൂപമാണ് എന്തെന്ന് പറയുന്നത്? പള്ളി എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമെന്ന് സയൻസ് പറയുന്നത് എവിടെയാണ്? അമ്മയുടെ ഗർഭപാത്രമാണ്. പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തോളം തന്നെ ശ്രേഷ്ഠതയേറിയ, അതിനേക്കാൾ വികസിതമായ രൂപമാണ് എന്തെന്ന് പറയുന്നത്? ദേവാലയം എന്ന് പറയുന്നത്. മനസ്സിൽ വിഷമം തോന്നുമ്പോൾ സൂയിസൈഡ് പോയിന്റ് അല്ല നമ്മളുടെ കുഞ്ഞുങ്ങൾ സ്വീകരിക്കേണ്ടത്. മറിച്ച് എന്താ സ്വീകരിക്കേണ്ടത്? ദേവാലയത്തിൻ്റെ വഴിയാണ് അവര് കാണേണ്ടത്. അങ്ങനെ കാണണമെങ്കിൽ ചെറുപ്പം മുതലേ അവരെ എവിടേക്ക് കൊണ്ടുവന്നേ പറ്റൂ? ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നേ മതിയാവുകയുള്ളൂ. എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിന് വലിയ ആഗ്രഹമാണ്. അവൻ എന്താവണമെന്നാണെന്നറിയോ? മദ്ബഹായിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അവൻ്റെ പള്ളിയിലെ അച്ഛൻ പറഞ്ഞു, 3ാം ക്ലാസ്സൊക്കെ ആവുമ്പോൾ നീ നന്നായി വായിക്കാൻ പഠിക്കുകയാണെങ്കിൽ നിന്നെ വിശുദ്ധ മദ്ബഹായിലേക്ക് പ്രവേശിപ്പിക്കാമെന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി അവൻ എന്ത് ചെയ്തതെന്നറിയാവോ? ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്ന് പറഞ്ഞത്, ഇന്ന് സൺഡേ സ്കൂളിൽ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നീ വായിക്കാൻ പഠിക്കുവാണെങ്കിൽ 3ാം ക്ലാസ് ആവുമ്പോൾ മദ്ബഹായിൽ കയറ്റാം. അതുകൊണ്ട് അമ്മ എന്നെ ഇന്നു മുതൽ എന്ത് ചെയ്യാൻ പഠിപ്പിച്ചേ പറ്റൂ? വായിക്കാൻ പഠിപ്പിച്ചേ പറ്റൂ. എന്തിനാ? എനിക്ക് സ്കൂളിലൊന്നും നേടാനല്ല, എനിക്ക് എവിടെ കയറാനാ? മദ്ബഹായിൽ കയറാൻ. ഇതൊരു നിഷ്കളങ്കത്വമാണേ. പക്ഷെ അവനൊരു 15 വയസ്സാകുമ്പോൾ ഇത് അവനിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അങ്ങനെ ഉണ്ടാവുമായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ഒക്കെ കുഞ്ഞുങ്ങൾ ഇന്ന് നമ്മുടെ ഈ ദേവാലയത്തിൽ കണ്ടേനെ. ക്ലാസ് ഉണ്ടെങ്കിലും എന്തെങ്കിലും കുറച്ചെങ്കിലും കുഞ്ഞുങ്ങൾ എന്ത് കണ്ടേനെയും നമ്മുടെ പള്ളികളിൽ കണ്ടേനെ. നമ്മുടെ അച്ഛന്മാര് ശുശ്രൂഷയ്ക്ക് ആളെ തിരഞ്ഞ് ഓടേണ്ട ഒരവസ്ഥ പലയിടത്തും ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല. നമ്മളുടെ മനസ്സിലുള്ള നിഷ്കളങ്കത്വം ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എവിടെയൊക്കെയോ എന്തു പറ്റുകയാണ്? കൈമോശം വന്നു പോവുകയാണ്. എന്തുകൊണ്ടാണ്? 2 പ്രശസ്തമായ തിയോളജികളുണ്ട്. ഒന്ന് തിയോളജി ഓഫ് വൂംബ് ആൻഡ് തിയോളജി ഓഫ് ലാപ്പ്. തിയോളജി ഓഫ് വൂംബ് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിൻ്റെ വേദശാസ്ത്രമാണ്. അതായത് അമ്മയപ്പനും ഒരു കുഞ്ഞ് ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ അവനോട് ദൈവവചനം സംസർഗം ചെയ്യുക. അതായത് പണ്ട് നമ്മുടെ അമ്മച്ചിമാർ പറയും, എന്താ നിങ്ങൾ എന്ത് വായിക്കണമെന്ന് പറയും? ഗർഭകാലത്ത് വിശുദ്ധ വേദപുസ്തകം വായിക്കണമെന്ന് പറയും. അതിൻ്റെയൊക്കെ ഉദ്ദേശം ഇതാണ്, നിങ്ങളുടെ കുഞ്ഞിലേക്ക് ദൈവ ചൈതന്യത്തെ പകർന്നു കൊടുക്കുക. രണ്ടാമതാണ് തിയോളജി ഓഫ് ലാപ്പ് എന്ന് പറഞ്ഞാൽ അവന് പതുക്കെ എഴുന്നേറ്റ് നടക്കാറൊക്കെ ആവുന്ന സമയത്ത് അവനെ മടിയിലിരുത്തി അപ്പനും അമ്മയും എന്ത് പറഞ്ഞു കൊടുക്കണം? ദൈവിക ദാനങ്ങളെയും ദൈവിക കൃപകളെയും പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. ഇത് ചെയ്തില്ലെങ്കിൽ നീ എന്താ പള്ളിയിൽ പോകാത്ത എന്ന് ചോദിക്കാൻ പോലുമുള്ള അർഹത ആർക്കില്ല? അമ്മയ്ക്കും അപ്പനും ഇല്ല എന്നതാണ് സത്യം. നമ്മളെല്ലാം കൂടി ആരുടെ മണ്ടക്കോട്ട് ഇട്ട് കൊടുക്കരുത്? നമ്മുടെ കുഞ്ഞുങ്ങളുടെ മണ്ടയ്ക്ക് ഇട്ടുകൊടുക്കരുത്. അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ATM മെഷീനായിട്ട് ആരെ കൊടുക്കുന്നത്? ദൈവത്തെ കൊടുക്കുന്നത്. ATM മെഷീനായിട്ട് നമ്മൾ ഈ കുഞ്ഞുകാലം മുതലേ ഇവരെ പറഞ്ഞു പഠിപ്പിച്ചു വെക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞൊരു പ്രാർത്ഥിക്കാൻ സമയമാകുമ്പോഴത്തേക്ക് അവൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടിത്തുടങ്ങാൻ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഇവരോട് പറയും, മോനെ നീ പ്രാർത്ഥിക്കണം, അത് വളരെ ശരിയാണ്, നീ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവനോട് പറയും, മോനെ നിന്നെയാണ് ആർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? യേശോപ്പച്ചന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം ബൈബിളൊക്കെ പറയുന്നുണ്ടല്ലോ, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവീൻ, അവരെ തടുക്കാൻ ആരുമില്ല എന്നൊക്കെയുള്ള വേദവാക്യങ്ങളുണ്ട്. നമുക്കറിയാം പൈതങ്ങളെ തമ്പുരാന് ഏറ്റവും അധികം ഇഷ്ടമാണ്. അതും ഓക്കെ. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു വിഷം നമ്മൾ അവരുടെ മനസ്സിലോട്ട് കൊടുക്കും. എന്താണെന്നറിയാവോ? മോൻ പ്രാർത്ഥിച്ചാലേ കേൾക്കും. അതുകൊണ്ട് അമ്മയ്ക്ക് ഗൾഫിൽ ഒന്ന് പോവാനായിട്ട്, അമ്മയ്ക്ക് ഗൾഫിൽ ഒരു ജോലി കിട്ടാൻ ആര് പ്രാർത്ഥിക്കണം? മോൻ പ്രാർത്ഥിക്കണം. നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കാരണം നമുക്കിപ്പോൾ ഒരു നില വീടേ ഉള്ളൂ.
നമ്മുടെ വീടൊന്ന് 2 നിലയാവാൻ ആര് പ്രാർത്ഥിക്കണം? മോൻ പ്രാർത്ഥിക്കണം. നമ്മളുടെ കാർ ഇപ്പം 1000 cc അതൊന്ന് 1200 cc ഉയർത്താൻ ആര് പ്രാർത്ഥിക്കണം? മോൻ പ്രാർത്ഥിക്കണം. എന്തെന്നാൽ മോനെയാണ് ആർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? കർത്താവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് മോൻ പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കും. ഇവന്റെ മനസ്സിൽ ഈ കുഞ്ഞു കാലത്ത് തന്നെ എന്താ ഇത് രജിസ്റ്ററായി. അതായത് ഞാൻ എന്ത് ചോദിച്ചാലും തരുന്നവനാണ് ആരെന്ന് പറയുന്നത്? തമ്പുരാൻ എന്ന് പറഞ്ഞു. ഇവൻ വളരും, വലുതാകും. ഇവൻ പതുക്കെ എവിടേക്ക് വരും? ദേവാലയത്തിലേക്ക് വരും. എന്നിട്ട് ഇവന്റെ പ്രാർത്ഥന അങ്ങോട്ട് ഇറക്കി വെക്കും. വലിയൊരു ലിസ്റ്റ് ഉണ്ടല്ലോ, ഇവൻ ഇതങ്ങോട്ട് ഇറക്കി വെക്കും. നമ്മൾ ATM മെഷീനിൽ പോകത്തില്ലേ? നമ്മൾ ATM മെഷീനിൽ പോയിട്ട് എന്താ ചെയ്യുക? നമ്മളുടെ കാർഡ് ഇട്ട് കൊടുക്കും, പിന്നടിക്കും, നമ്മൾ എമൗണ്ട് കളക്ട് ചെയ്യും. അഥവാ കിട്ടിയില്ല, ആ ATM മെഷീൻ എന്തെങ്കിലും തകരാറുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ATM മെഷീൻ തിരക്കി ഒരു പോക്ക് പോവും. നമ്മുടെ മക്കൾ ഇത് തന്നെ ചെയ്യും. ദേവാലയത്തിൽ വരും, പ്രാർത്ഥനയാകുന്ന ATM അങ്ങോട്ട് ഇട്ട് കൊടുക്കും, നമ്മളുടെ ആവശ്യങ്ങളാകുന്ന പിൻ നമ്പർ അങ്ങോട്ട് അടിച്ചു കൊടുക്കും. ഈ ATMന് എന്തെങ്കിലും തകരാറുണ്ടെന്ന് അവർക്കങ്ങ് തോന്നുക. ഞാൻ ചോദിക്കുന്ന പൈസ എനിക്ക് കിട്ടുന്നില്ലല്ലോ, അല്ലെ ഞാൻ ചോദിക്കുന്ന ആഗ്രഹം കിട്ടുന്നില്ലല്ലോ. ഇവൻ എന്ത് ചെയ്യും? അടുത്ത ATM തിരക്കി ഒരു പോക്ക് പോവും. നമ്മളവരെ കുറ്റം പറയാൻ പറ്റുമോ? നമ്മളുടെ കുഞ്ഞുങ്ങൾ ഓരോ സ്ഥലത്തേക്ക് പോകുന്നു, അവർ നശിച്ചു പോകുന്നു, ഇതാണെന്നൊക്കെ പറയുമ്പോഴും നന്മ നിറഞ്ഞൊരു മനസ്സുള്ളവർ തന്നെയാണ് ആര്? നമ്മളുടെ കുഞ്ഞുങ്ങൾ. നമ്മളുടെ കോവിഡ് കാലവും നമ്മുടെ അതുപോലെയുള്ള പ്രളയകാലവും ഒക്കെ നമ്മളെ പഠിപ്പിച്ച് ഇന്നും പഠിപ്പിച്ചു തരുക. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ചെറിയ ചെറിയ നൈർമല്യതകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിനെ മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? പെരുമാറേണ്ടത്. അതുപോലെ ആക്രമ സ്വഭാവം ഒക്കെ വളർത്തി കൊടുക്കുന്നത് ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ്. നമ്മൾ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ, ഏതെങ്കിലും കസേരയിൽ ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കസേര അടിക്കാൻ തുടങ്ങും. എന്തിനാ? ഇവിടെ എല്ലാവരും ചിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ചെയ്യും. നമ്മൾ കസേരയിൽ അടിച്ചിട്ട് എന്ത് പറയും? എൻ്റെ കുഞ്ഞിനെ നീ ഉപദ്രവിച്ചോ, അടിക്കുമോ എന്ന് പറയും. നമ്മളുടെ വീട്ടിലൊക്കെ ആൾക്കാർ വരും, ആഗ്രഹത്തിൻ്റെ പുറത്ത് ഈ കുഞ്ഞുങ്ങളെ എടുക്കും, അല്ലേ? അമ്മയുടെ കയ്യിൽ നിന്നൊരു കുഞ്ഞു മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുഞ്ഞിന് എന്ത് വരും? ഒരു കരച്ചിൽ വരും. സ്വാഭാവികമാണ്, അല്ലേ? അമ്മയുടെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ പറയും, അയ്യോ ആൻറ്റി മോനെ വേദനിപ്പിച്ചോ, ആൻറ്റി മോനെ വഴക്ക് പറഞ്ഞോ, ആൻറ്റി ഇന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആൻറ്റിക്കൊരു കൈ കൊട്ടി ഒരു അടിയും കൊടുക്കും. ഇവന്റെ മനസ്സിൽ എന്താ സംഭവിക്കുന്നത്? എന്നെ ആരുപദ്രവിച്ചാലും, എന്നെ ആര് കരയിപ്പിച്ചാലും ഞാൻ അടുത്തത് എന്താ ചെയ്യണ്ടേ? അവനെ ആക്രമിക്കണം. ആരാ അവൻ്റെ ആ കുഞ്ഞു മനസ്സിൽ ഇത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തേ? അവനൊന്ന് തട്ടി വീണാൽ, മോനെ തട്ടി വീണു, നാളെ ഈ കസേരയുടെ അതുവഴി വരരുത്, അല്ലെ ഇതൊന്ന് മാറ്റി വെക്കുക അല്ലാതെ ആക്രമണ സ്വഭാവം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പരുമല ഹോസ്പിറ്റലിൽ കണ്ടതുപോലെയും അതുപോലെയുള്ള പ്രതിസന്ധികൾ എന്തുണ്ടാവും? നമ്മളുടെ ജീവിതത്തിലുണ്ടാവും. ഒരു കാമുകി നോ പറഞ്ഞാൽ നാളെ നമ്മുടെ കുഞ്ഞിനത് എന്ത് ചെയ്യാൻ പറ്റില്ല? അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവൻ പെട്രോളോ അവൻ ആസിഡോ എന്തെങ്കിലും എടുത്തുകൊണ്ട് പുറകെ പോവേണ്ട അവസ്ഥ വരും. നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ലത് പറഞ്ഞു കൊടുക്കുവാനായിട്ട്, അവരുടെ ചെറുബാല്യത്തിൽ തന്നെ നന്മ പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഏറ്റവും വലിയ വീണ്ടെടുപ്പ് ബോധം എന്ന് പറയുന്നത് അതാണ്. ആനന്ദൻ്റെയും ബുദ്ധൻ്റെയും ഒരു കഥയുണ്ട്. ബുദ്ധൻ ഒരിക്കൽ ആനന്ദനോട് പറയുകയാണ്, തൊട്ടപ്പുറത്തുള്ള അരുവിയിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരിക, ഒരു കുടം വെള്ളം എടുത്തുകൊണ്ട് വരിക. ആനന്ദൻ പോയി വെറും കൈയോടെ തിരികെ വന്നു. ഗുരുവിനോട് പറഞ്ഞു, ഗുരു, ആ പുഴയിലെ വെള്ളം അത്ര തെളിനീരല്ല, അതുകൊണ്ട് ഞാൻ വേറെ എവിടെയെങ്കിലും പോയി എടുത്തുകൊണ്ട് വരാം. വീണ്ടും ബുദ്ധൻ വിടുകയാണ്, പോരാ, നീ അവിടുന്ന് തന്നെ എടുത്തുകൊണ്ട് വന്നോളൂ എന്ന് പറഞ്ഞു. ആനന്ദൻ വീണ്ടും പോയിട്ട് തിരികെ വന്നു. ഗുരു, ഞാൻ പറഞ്ഞില്ലേ അവിടുത്തെ വെള്ളം തീരെ ശരിയല്ല, ഞാൻ മറ്റൊരു തോട്ടിൽ നിന്ന് പോയി, പുഴയിൽ നിന്ന് പോയി എടുത്തുകൊണ്ട് വരാം. മൂന്നാമത്തെ തവണ ആനന്ദനെ വിട്ട് ഗുരുവിന്റെ മുന്നിലേക്ക് ആനന്ദൻ വന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു കുടം തെളിനീര് കൊണ്ട്. ആനന്ദനോട് ബുദ്ധൻ ചോദിച്ചതിതാ, ഒരു അല്പസമയം നിനക്കൊന്ന് കാത്തിരുന്നാൽ എന്താണ് പ്രശ്നം? ഒരല്പസമയം നിനക്കൊന്ന് കാത്തിരുന്നാൽ എന്താ പ്രശ്നം? നമ്മൾ പറയാറില്ലേ, ഒരു പുഴയും ഇതുവരെ തെളിയാതിരുന്നിട്ടില്ല. ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരല്പസമയം വിശ്വസ്തയോടെ കാത്തിരിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് യഥാർത്ഥ കൗദാശിക ജീവിതം ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കൗദാശിക ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നാമമാത്ര ക്രിസ്ത്യാനികളായിട്ടല്ല, ഞായറാഴ്ച പള്ളി വന്ന് കുർബാനയൊക്കെ കണ്ട് തിരിച്ചു പോകുന്ന നാമമാത്ര ക്രിസ്ത്യാനികളാവാനല്ല നമ്മുടെ വിളി. പലപ്പോഴും ഈ വലിയ പള്ളികളിലൊക്കെ രണ്ടച്ഛന്മാരൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ ഇവിടുത്തെയോ അവിടുത്തെയോ ഒന്നും കഥയില്ല, പൊതുവെ ഒരു കേട്ടുകേൾവിയുള്ളൊരു കഥ പറയുകയാണ്.
പലപ്പോഴും വലിയ അച്ഛന്മാരൊക്കെ ഇച്ചിരി പ്രായം ചെന്ന അച്ഛന്മാരായിരിക്കും, ഇച്ചിരി പ്രായം ചെന്ന അച്ഛന്മാർ. സ്വാഭാവികമായിട്ടും ഈ പ്രായത്തിന്റെ കാഠിന്യം കൊണ്ട് അവരുടെ കുർബാന തീരാൻ ഇച്ചിരി താമസിക്കും അല്ലേ? അവര് ആത്മാർത്ഥതയോടെ ആ ബലി അർപ്പിക്കുമ്പോൾ അവരുടെ കുർബാന തീരുവാനായിട്ട് അവരുടെ ആ പ്രായത്തിൻ്റെതും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ അത് തീർന്നു കിട്ടാൻ കുറച്ച് പാടായിരിക്കും. നമ്മുടെ ഭാഷയെ പറഞ്ഞ ചെറുപ്പക്കാരുടെ അച്ഛന്മാർ ആ യൗവനത്തിന്റെ ഇതിൽ നിന്നുകൊണ്ട് ആ നീട്ടിയുള്ള കുർബാനയൊക്കെ കഴിഞ്ഞ് ഭംഗിയായിട്ട് എത്രയും വേഗം തന്നെ കുർബാന അവസാനിപ്പിക്കും. ഞാൻ വളരെ വ്യക്തമായി കേട്ടിട്ടുള്ളൊരു സംഗതിയാണ്. പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്, ഈ ഞായറാഴ്ച പള്ളിയിൽ പോവണ്ട, വലിയച്ഛൻ്റെ കുർബാനയാ, അത് തീരണമെങ്കിൽ 10-11 മണിയാവും. അടുത്ത ഞായറാഴ്ചയാകുമ്പോൾ ആരാ ചൊല്ലുന്നത്? കൊച്ചച്ഛനാ. ഒന്നുമല്ല, കേൾക്കാനും ഒരു സുഖമുണ്ട്. 10 മണിയാവുമ്പോഴത്തേക്ക് പരിപാടി കഴിഞ്ഞ് ഇവിടെ വരാം, വീട്ടിൽ വരാം. അച്ഛൻ്റെ ട്യൂണാണോ നമ്മുടെ ഭക്തിയും കൗദാശിക ജീവിതവും എന്നും ചിന്തിക്കണം. ഏതൊരു പുരോഹിതനും വളരെ ആത്മാർത്ഥമായിട്ട് ഒരുക്കത്തോടും വിശുദ്ധിയോടും പ്രാർത്ഥനയോടും കൂടെ എന്തർപ്പിക്കുന്നതെന്നറിയാവോ? ബലി അർപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളെ അവരെവിടെ എടുക്കുന്നത്? കൈകളിൽ ആഘോഷിക്കുന്നത്. മാതാവ് എങ്ങനെയാണോ ആ ക്രിസ്തുവിനെ താലോലി ചോമനിച്ച് വളർത്തിയത്, അതുപോലെ താലോലി ചോമനിച്ച് വളർത്തിയാണ് നമ്മുടെ ഉള്ളിലേക്ക് അവരെന്തിനെ തരുന്നത്? തിരുശരീര രക്തത്തെ തരുന്നത്. അച്ഛൻ്റെ ട്യൂണല്ല പ്രിയപ്പെട്ടവരെ എന്തെന്ന് പറയുന്നത്, കുർബാന എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കണോ വേണ്ടയോ എന്നത് അച്ഛനോടുള്ള വൈരാഗ്യമല്ല നമ്മൾ നോക്കേണ്ടത്. ഇന്ന് ഞാൻ അച്ഛൻ്റെ ഒന്ന് കുർബാന കൊള്ളത്തില്ല, എന്തുകൊണ്ടാണ് കൊള്ളാത്തെ? ആ അച്ഛൻ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ക്യാബേജ് തോരന് ഉപ്പ് കുറവാന്ന് പറഞ്ഞു. നമ്മളുടെ വിശ്വാസം ഇതാണോ എന്ന് ചിന്തിക്കുക. ദൈവസ്ഥിരസന്നിധിയിൽ നിൽക്കുന്ന പുരോഹിതൻ ദൈവത്തിന്റെ ഇടയനാണെന്ന ബോധം നമ്മുടെ മനസ്സിലേക്ക് വരണം. പുരോഹിതന്മാരെ മാത്രം കേന്ദ്രീകരിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും യഥാർത്ഥ കൗദാശിക ജീവിതം എന്തെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. ഇന്ന് വൈവാഹിക ജീവിതമൊക്കെ വിവാഹ ജീവിതമൊക്കെ വളരെ കുറവാണ്. നമ്മളത് വളരെ ഫോർമലായിട്ട് വളരെ ഓപ്പണായിട്ട് സെക്യുലറായിട്ട് നമ്മൾ ലിവിങ് ടുഗെദർ എന്നൊക്കെ പറയും. അതൊക്കെ സംഭവിച്ചു കൊള്ളട്ടെ, അതൊക്കെ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകൃതമായിട്ട് മാറിക്കൊള്ളട്ടെ. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ഇടയിൽ ആരെ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം? ക്രിസ്തുവിനെ സ്ഥാപിക്കാൻ സാധിക്കണം. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും പ്രതിസന്ധികളാണ്. പക്ഷെ ഇടയ്ക്കൊരാളിരിക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹത്തിൽ നിങ്ങളെ ചേർത്ത് നിർത്തുവാനായിട്ട് ക്രിസ്തുവിൻ്റെ വലിയ ഉടമ്പടി നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമെന്ന ബോധം വേണം. അതുകൊണ്ടാണല്ലോ നമ്മൾ പാടുന്നത്, വിരലിന്മേൽ മേരക്തങ്ങൾ മോതിരമായൻ പേർക്കേകി. വിരലിൽ എന്തിട്ടോണ്ടാ നടക്കുന്നത്? കർത്താവിൻ്റെ തിരുശരീര രക്തത്തെ ഇട്ടോണ്ടാ നടക്കുന്നത്. ആ നമ്മളിൽ കൗദാശിക ജീവിതം ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതം. അപ്പൊ നിങ്ങൾ ചോദിക്കും, വിവാഹം കഴിക്കാത്തവരുടെ കാര്യത്തിലോ എന്ന്. വിശുദ്ധ മാമോദീസായാൽ സഭയുടെ അംഗങ്ങളായിട്ട് പരിശുദ്ധ സഭയുടെ ഗർഭപാത്രത്തിലൂടെ ഈ സഭയിലേക്ക് ചേർക്കപ്പെട്ട് ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ച് വീണ്ടും ജനന സ്നാനം ലഭിച്ച ഏവരും എന്ത് അനുഷ്ഠിച്ചേ തീരൂ? കൗദാശിക ജീവിതത്തിന്റെ വിശുദ്ധി അനുഷ്ഠിച്ചേ തീരൂ. അതിന് നമ്മളുടെ ജീവിതത്തിൽ നിന്നും 8 കാര്യങ്ങൾ ഒഴിവാക്കണം. അത് ഞാൻ പറയുന്നതല്ല. എവുഗാറിയോസ് എന്ന് പറയുന്നൊരു പിതാവുണ്ട്. ആ പിതാവ് മരുഭൂമിയിലെ പിതാക്കന്മാരുടെയും മാതാക്കന്മാരുടെയും പഠിപ്പിക്കലുകളൊക്കെ ചേർത്ത് ഒരു പുസ്തകമായിട്ട് ആദ്യമായിട്ട് ക്രോഡീകരിച്ച ആളാണ് എവുഗാറിയോസ്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരൂടെ പറയാം, ഓൺ പ്രാക്ടീസ് ആൻഡ് ചാപ്റ്റേഴ്സ് ഓഫ് പ്രെയർ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൽ 8 മാരക ചിന്തകൾ എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുത്ത് ഒരു 8 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത് ഇതാണ്, ഭക്ഷണ പാനീയങ്ങൾ. അമിത ഭക്ഷണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. കല്ലാശ്ശേരി ബാവയെ പറ്റിയിട്ട് ഒരു പുസ്തകം എഴുതി. ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യം, പൊന്നിൻ പൊടി കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി തന്നാലും പരിശുദ്ധ ബാവ എന്ത് ചെയ്തിരുന്നില്ല? അമിത ഭക്ഷണം ഭുജിച്ചിരുന്നില്ല എന്ന് എഴുതിയിരിക്കുന്നത്. അമിത ഭക്ഷണം എന്ന് പറയുന്നത് ആവശ്യത്തിനുള്ള ഭക്ഷണത്തെ പറ്റിയല്ല. ഫോർ എക്സാമ്പിൾ, ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, നമ്മളുടേതായിട്ടുള്ള രീതിയിൽ വളരെ ഭംഗിയായിട്ടുള്ള ഒരു ലഞ്ചൊക്കെ കഴിക്കുന്നു. ആ ലഞ്ച് കഴിച്ച് അരമണിക്കൂറിന് മുമ്പ് വളരെ പ്രശസ്തമായ ഒരു ഷവർമ ഷോപ്പ് നമ്മൾ കാണുന്നു. ഇവിടെ നിന്നൊരു ഷവർമ കൂടി എങ്ങനെയെങ്കിലും കുത്തിക്കുളിച്ച് നമ്മുടെ വയറ്റിലേക്ക് ഇട്ടേക്കാം എന്ന് നമ്മൾ വിചാരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? അമിത ഭക്ഷണം എന്ന് പറയുന്നത്. നമ്മളുടെ ടേസ്റ്റാണ്,
നമ്മളുടെ മാനുഷികമായ വികാരങ്ങളാണ്. അതിനെ നിയന്ത്രിക്കുവാനായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് ആര്? എവുഗാറിയോസ് പിതാവ്. രണ്ടാമത് ലൈംഗിക ചിന്തയാണ്. ഇന്നെൻ്റെ സാഹചര്യത്തിൽ അത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ളതാണ്. മൂന്നാമത് അത്യാഗ്രഹമാണ്. നമുക്ക് അത്യാഗ്രഹമുണ്ടോ? നമുക്ക് അത്യാഗ്രഹമുണ്ടോ? ചോദ്യം ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. നമുക്ക് അത്യാഗ്രഹം ഇല്ല. പിന്നെ ഓരോ ഓവർ ടൈം ഒക്കെ ചെയ്യും. കാരണം ഓവർ ടൈം ചെയ്താൽ ഇപ്പം കിട്ടുന്നതിൻ്റെ ഇരട്ടി ശമ്പളം നമുക്ക് കിട്ടും. പിന്നെ ചിലപ്പോൾ ഒന്ന് നേരത്തെയൊക്കെ ഡ്യൂട്ടിക്ക് പോകേണ്ട വരും. കാരണം നമുക്ക് സാമ്പത്തികമായിട്ടൊന്ന് വളരണമല്ലോ. അത്യാഗ്രഹമില്ല. എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്? എല്ലാം ആർക്ക് വേണ്ടിയാ? എൻ്റെ മക്കൾക്ക് വേണ്ടിയാ. 127 സങ്കീർത്തനം 2 വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ ആദ്യകാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ, തൻ്റെ പ്രിയനോ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. നമ്മളെപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ മക്കൾക്ക് വേണ്ടി അങ്ങ് ജീവിക്കുന്നവരാ. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല? ജീവിക്കാറില്ല. സത്യസന്ധമായ കാര്യമല്ലേ? നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നത്, നമ്മൾ ആഹാരം കഴിക്കുന്നത്, നമ്മൾ വസ്ത്രം മേടിക്കുന്നത് എല്ലാം ആർക്ക് വേണ്ടിയിട്ടാ? ആർക്ക് വേണ്ടിയിട്ടാ? നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാ. പക്ഷെ ഈ മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ ദൈവത്തെ കൊടുക്കാൻ എവിടെയെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കണ്ണുനീര് ഒഴുക്കേണ്ടി വരും. കാരണം ഇന്നത്തെ ഒരു സാഹചര്യം അതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അമ്മയും അപ്പനും നടുക്കൊരു കുഞ്ഞു മരിക്കുകയാണ്. അമ്മ ഫോണിൽ എന്തോ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പനും ഫോണിൽ എന്തോ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞ് നടുക്ക് അവിടെയുള്ള വീൽ ചെയറിലും അവൻ ഈ പ്രകൃതിയൊക്കെ കണ്ട് നേച്ചറിനെയൊക്കെ എക്സ്പെരിമെൻ്റ് ഇങ്ങനെ ചെയ്ത് പോയി. അവനൊരു വീൽ ചെയറിൽ തൊട്ട് ആ വീൽ ചെയർ ഇച്ചിരി മുമ്പോട്ട് പോയി. ഓൺ ദ സ്പോട്ട് അമ്മയിലെ രക്ഷകർത്തൃത്വം അങ്ങോട്ട് ഉണർന്നിട്ട് അമ്മ പറഞ്ഞു, നീ എന്താ ഇങ്ങനെ? ഞാൻ പറയുന്നതൊന്നും കേൾക്കാതെ നീ എന്താ ഇങ്ങനെ? ആ കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? അമ്മയും അപ്പനും അവരുടേതായിട്ടുള്ള ലോകത്ത്, സോഷ്യൽ മീഡിയയുടെ ലോകത്ത് നിന്നപ്പോൾ ഈ കുഞ്ഞ് അവൻ്റെ ലോകം അന്വേഷിച്ചു പോയപ്പോൾ അമ്മ ചോദിക്കുകയാണ്, നീ എന്താ ഇങ്ങനെ? പല വീടുകളിൽ ചെല്ലുമ്പോഴും നമ്മളുടെ പേരൻസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദേഴ്സാ, ഗ്രാൻഡ് മദേഴ്സാ. കാരണം അവർ സീരിയൽ കാണുന്നത് കൊണ്ട് എൻ്റെ കുഞ്ഞിനൊരക്ഷരം പഠിക്കാൻ പറ്റുന്നില്ല. 10ാം ക്ലാസ്സിൽ ഒരു A+ കുറഞ്ഞു പോയാൽ ഓൺ ദ സ്പോട്ട് ആരുടെ കൊണ്ടക്കോട്ടാണ് വെക്കുന്നത്? വീട്ടിലെ അപ്പച്ചനും അമ്മച്ചിയും സീരിയൽ കണ്ടതുകൊണ്ട് എൻ്റെ കൊച്ചിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല? പഠിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ട് അവർ ഈ സീരിയലിനെ ആശ്രയിക്കേണ്ടി വന്നത്? അവരോട് മിണ്ടാനും പറയാനും ആരൊക്കെയോ ഇല്ല എന്ന തോന്നലിലാണ് അവരെന്ത് ചെയ്യാൻ. സീരിയലിനെ ഒന്നും പ്രശസ്തിക്കോ ഇകഴ്ത്തോ ഒന്നുമല്ല, അതൊക്കെ സമൂഹത്തിൻ്റെ ഭാഗമാണ്. എൻ്റർടൈൻമെൻ്റ് ഒക്കെ എല്ലാവർക്കും വേണം. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് ആരുടെയെങ്കിലും മണ്ടയ്ക്കൊക്കെ കുറ്റമൊക്കെ സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം, ഞാൻ എന്താണ് ചെയ്തത്? അത്യാഗ്രഹത്തിൻ്റെ മണ്ടയ്ക്ക് നിന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ജീവിച്ച് ഞാൻ സ്വരുക്കൂട്ടിയതൊക്കെ തമ്പുരാന്റെ തിരുസന്നിധിയിൽ പാപമാണെന്ന് ആര് പറയുന്നത്? എവുഗാറിയോസ് പിതാവ് പറയുന്നത്. 4മതായിട്ട് കോപമുണ്ടോ? നമുക്കുണ്ട്. ഞാൻ അന്നേ പറഞ്ഞത് അച്ചായനോട് അത് ചെയ്യരുതെന്ന്. ഇപ്പൊ സമാധാനമായല്ലോ. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആ ഷർട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് അലക്കരുതെന്ന്. ഇപ്പൊ കളർ പിടിച്ചപ്പോൾ നിനക്ക് സമാധാനമായല്ലോ. വീട്ടിൽ എത്ര ഞാനാണ് ഈ കേൾക്കുന്നത് അല്ലേ? എത്ര കോപത്തിൻ്റെ അലകളാണ്. ഇന്ന് കുഞ്ഞുങ്ങൾ വരെ കോപത്തിൻ്റെ അവസ്ഥയിൽ. ജനിച്ചു വീണ് 1 or 2 വയസ്സാവുമ്പോൾ തൊട്ട് അവൻ എന്താണ്? കോപമാ. ആരെയെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് താത്തിറക്കി വെക്കണമെന്ന കോപമാണ് ഓരോ കുഞ്ഞിൻ്റെയും മനസ്സിലുണ്ടാവുന്നത്. ഏറ്റവും വലിയ പാപമായിട്ട് എവുഗാറിയോസ് പിതാവ് പഠിപ്പിക്കുകയാണ്. 5മതായിട്ട് ശോകമാണ്. ഞാനത് മുൻപേ ഒന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അമിതമായിട്ട് വിഷമങ്ങൾ നമ്മളെ ഭരിക്കുന്നുവെങ്കിൽ അത് പാപമായി തീരാറുണ്ട്. അബ്ബ അന്തോണിയോസ് പിതാവിനൊരു കത്ത് വരികയാണ്. മരുഭൂമിയിലാണല്ലോ ജീവിക്കുന്നത്. ഏകാന്തമായി ജീവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കത്തൊക്കെ കിട്ടുന്നത് വളരെ കുളിർമയുണ്ട്. പ്രവാസികളുടെ ഭാര്യമാർക്കൊക്കെ അറിയാം. പണ്ടത്തെ കാലത്ത്, വീഡിയോ കോളിൻ്റെ കാലമല്ല, മുമ്പേ ഉള്ള കാലത്ത് വളരെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്ന കത്തുകൾ നമ്മുടെ ജീവിതത്തിന് ഭയങ്കര ഉണർവാണ് സമ്മാനിക്കുന്നത്. ഇപ്രകാരം അബ്ബ അന്തോണിയോസിനൊരു കത്ത് വന്നു. കുടുംബത്തിൽ നിന്നുള്ള കത്താണെന്ന് പറയപ്പെടുന്നു. ആ കത്ത് വായിച്ച് തീർന്നപ്പോൾ തന്നെ അബ്ബ അന്തോണിയോസ് എന്ത് ചെയ്യാണ്? ആ കത്ത് കത്തിച്ചു കളയുകയാണ്. ശിഷ്യഗണങ്ങളിൽ ഒരാൾ ചോദിച്ചു, പിതാവേ, അങ്ങ് എന്തിനാണ് ഈ കത്ത് കത്തിച്ചു കളയുന്നത്? ഏറെ കാലം കഴിഞ്ഞിട്ട് കിട്ടിയ കത്തല്ലേ, അങ്ങ് എന്താണ് കത്തിച്ചു കളയുന്നതെന്ന് ചോദിച്ചപ്പോൾ അബ്ബ അന്തോണിയോസ് പിതാവ് പറഞ്ഞ ഉത്തരം ഇതാണ്: ഈ കത്തെന്നെ ചുടുന്നതിന് മുമ്പ് ഞാൻ ഈ കത്തിനെ ചുട്ടുകളഞ്ഞു.
ഈ കത്തെന്നെ ചുടുന്നതിന് മുമ്പ് ഞാൻ ഈ കത്തിനെ ചുട്ടുകളഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വേദനകളും നമ്മളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മളെ ചുടുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ ആശ്രയിച്ച് അതിനെ ഇല്ലാതാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആറാമതായിട്ട് അലസതയാണ്. എന്താ? അലസതലേശം ബാധിച്ചാൽ അശുഭ വഴിക്കു വശം വദനായി സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും. സ്വന്തം ആത്മാവിനെ നശിപ്പിക്കണ്ട എങ്കിൽ നാളെ നീക്കി വെച്ചിട്ട് ഇന്ന് തന്നെ ചെയ്യേണ്ടതെന്തോ അത് പ്രവർത്തന സജ്ജമായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അടുത്തതായിട്ട് പൊങ്ങച്ചവ പറയുന്നേ. അത് നമ്മൾ പ്രത്യേകിച്ച് നമ്മളുടെ മനുഷ്യകുലത്തിന് ഇതെന്താണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അല്ലേ? ഒരു ഇച്ചിരി വിലയുള്ള സാരി ഉടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തോ ഒരിത്, നമ്മളുടെ ഒരു കുളിർമ, അല്ലേ? ഒരു മനസ്സുഖം, നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ ഒരു മനസ്സുഖം. ഖദറിൻ്റെ ഷർട്ടങ്ങ് തേച്ചിട്ടിട്ട് ഈ പോക്കറ്റിൽ കാണുന്ന പോലെ 2000 നോട്ട് സെപ്റ്റംബർ തീരുമല്ലോ, ഏറ്റവും വിലയുള്ളൊരു നോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്നൊരു ഒരു മനസ്സുഖമുണ്ട്, എന്തോ ഒരു മനസ്സുഖം. ഈ മനസ്സുഖത്തെ നമ്മളുടെ ജീവിതത്തിൽ നീക്കി വെക്കണം എന്നാണ് ഇവുകാറിയോസ് പിതാവ് പറയുന്നത്. കാരണം നമ്മൾ താഴ്ന്നവർ എന്ന് നമ്മൾ ചിന്തിക്കുന്നവരെ അവരൊരിക്കലും താഴ്ന്നവരല്ല. എല്ലാവരും നിയമത്തിൻ്റെ മുൻപിലും ദൈവത്തിൻ്റെ മുമ്പിലും ഒരുപോലെയാണ്. നമ്മളുടെ മനസ്സിലാണ് ഈ ഒരു സ്ട്രാറ്റജിക്കൽ ഡിവിഷൻസ് ഒക്കെ ഉള്ളത്. അങ്ങനെ ചിന്തിക്കുന്നവരെ കൂടി ചേർത്ത് നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവസാനമായിട്ട് ഇവുകാറിയോസ് പിതാവ് പറയുന്ന അഹംഭാവമാണ്. ആന്റണി ഡിമല്ലോയുടെ ഒരു സ്റ്റോറി ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ ചെറുകഥകൾ എഴുതുന്ന ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരനാണ് ആന്റണി ഡിമല്ലോ. അദ്ദേഹം ഒരു കഥ എഴുതി. ഇങ്ങനെയാണ്: ഒരു മദ്യപാനിയായ ഒരു മനുഷ്യൻ ഒരു പാലത്തിൽ കൂടി ഇങ്ങനെ നടന്നു വന്ന് പാലത്തിൻ്റെ നടുക്കായപ്പോൾ താഴേക്ക് നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന് വലിയൊരു സംശയം ഉടലെടുത്തു. എതിരെ അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതൻ വളരെ സുബോധത്തോടുകൂടി വരികയാണ്. ഈ സ്നേഹിതനോട് ചോദിച്ചു, എടാ, ഈ താഴെ കിടക്കുന്ന ഈ വട്ടത്തിലുള്ള സാധനം എന്താ? ഇതിനു മുമ്പ് ഞാൻ കണ്ടതുപോലെ ഓർക്കുന്നില്ല. ഈ നദി കിടക്കുന്ന ഈ വട്ടത്തിലുള്ള സാധനം എന്താ? സുഹൃത്ത് പറഞ്ഞു, എടാ, നിനക്ക് മനസ്സിലായില്ലേ അതെന്താണ്? അതാരാണ്? നമ്മുടെ ചന്ദ്രനാണ് കിടക്കുന്നത്. എടുത്തു പിടിച്ച് ഈ മദ്യപാനി ഒരു മറുപടി പറഞ്ഞു. എന്താണെന്നറിയാവോ? ആഹാ, ഇപ്പൊ ചന്ദ്രൻ എന്നെക്കാട്ടിലും താഴെ ദേണ്ട് കുളത്തി വന്ന് കിടക്കുന്നെന്ന് പറഞ്ഞു. ആഹാ, ചന്ദ്രൻ ഇപ്പൊ ദാണ്ട് ആകാശത്തു നിന്നിറങ്ങി എന്നെക്കാട്ടിലും താഴെ ഈ കുളത്തി വന്ന് കിടക്കുന്നു. ഈ അഹംഭാവം നമ്മുടെ മനസ്സിലൊരു ലഹരിയാവും. ഈ ലഹരിയായിട്ട് കാണുന്നവരെല്ലാം ആകാശത്തൂന്ന് താഴെ ഇറങ്ങി വന്ന് നമ്മളെക്കാട്ടിലും താഴെ കിടക്കുന്ന പോലെ നമുക്കങ്ങ് തോന്നിപ്പോകും. അതൊരു പ്രത്യേകതരം ലഹരിയാണ് ഈ അഹംഭാവം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനെയും മാറ്റി നിർത്തണമെന്നാണ് ഇവുകാറിയോസ് പിതാവ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളും ഈ സമസൃഷ്ടികളെല്ലാവരും കൗദാശിക ജീവിതത്തിൻ്റെ നല്ല അനുഭവങ്ങളെ അറിയുന്നവരാകുവാനായിട്ട് സാധിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് എന്ത് തിരിച്ചറിയാൻ പറ്റൂ? ദൈവവിളി തിരിച്ചറിയാൻ പറ്റൂ. ദൈവവിളി തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് സംഭവ്യവേദ്യമാകൂ? വിശ്വാസ സ്ഥിരതയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരിക്കൽ യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ നടന്നു പോയപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു, ഇവൻ ആരാന്നാ പറഞ്ഞേ? ഇവൻ മശിഹായാണെന്നാ പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ? ഉറപ്പായിട്ടും അവൻ്റെ സ്വഭാവവും അവൻ്റെ രീതിയും കണ്ടിട്ടാണ് പറഞ്ഞത് ഇവൻ മശിഹായാണെന്ന്. നാളെ നമ്മൾ ഈ റോഡിലൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ, നാളെ നമ്മുടെ മക്കൾ ഈ റോഡിലൂടെ നടന്നു പോകുമ്പോൾ എന്താണ് നമ്മളെ വിളിക്കുന്നത് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. മശിഹ എന്ന് വിളിക്കുമോ, അതോ മറ്റെന്തെങ്കിലും വാർത്തകളിൽ കേൾക്കുന്ന പേരുകൾ ചൊല്ലി നമ്മളെ വിളിക്കുമോ എന്നത് വളരെ ശ്രദ്ധേയമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മൾ 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായമാണ് പഠന വിഷയമാക്കിയത്. ദൈവവിളിയും വിശ്വാസ സ്ഥിരതയും എന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? ദൈവവിളി ഉണ്ടാവണമെങ്കിൽ നമ്മൾ യഥാർത്ഥ ജ്ഞാനം എന്താണെന്ന് ആദ്യം ഗ്രഹിച്ചറിയണം. 2, വീണ്ടെടുപ്പ് ബോധം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. 3, കൗദാശിക ജീവിതത്തിൽ നമ്മൾ പങ്കുകാരാവണം. ഇന്ന് നമ്മുടെ മുന്നിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിലുമുള്ള ഏറ്റവും വലിയ ചോദ്യം എന്താണെന്നറിയാവോ? എന്തിനാണ് അവര് ആത്മീയ സംഘടനകളിൽ അംഗങ്ങളാവുകയോ ദേവാലയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യേണ്ടത്? ട്യൂഷന് പോവാതിരിക്കേണ്ടത് എന്തിനാണ്? എന്താണ് ദേവാലയത്തിൽ നിന്നും കിട്ടുന്നത്? വലിയ ചോദ്യമാണ്. അതിന് വളരെ പ്രായോഗികമായ ഒരു ഉത്തരം ഇന്നത്തെ സമൂഹം തന്നെ നമുക്ക് തന്നു കഴിഞ്ഞു. എന്താണെന്നറിയാവോ?
നമ്മൾ മണിപ്പൂരിൽ 2 സ്ത്രീകളെ 2 എന്ന് വെളിയിൽ വന്ന വാർത്ത എത്രയോ അധികം സ്ത്രീകളെ പീഡിപ്പിക്കുകയും നഗ്നരായി വഴിവീതിയിലൂടെ നടത്തുകയും ചെയ്തപ്പോൾ നമ്മളിൽ ചിലരെങ്കിലും ആശ്വസിച്ചു, അതെവിടെയല്ലേ? അതങ്ങ് മണിപ്പൂരിലല്ലേ? നമുക്ക് വലിയ ആശ്വാസമായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചെന്നറിയാവോ? ശാന്തിനി കൊച്ചു കേരളത്തിൽ നമുക്ക് മുമ്പിൽ ഒരു ചോദ്യവുമായിട്ടും ഉത്തരവുമായിട്ടും വന്നു. ഈ മണിപ്പൂരും കേരളവും തമ്മിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ദൂരം മാത്രമേ ഉള്ളൂ. പല കാര്യത്തിലും ആശയപരമായിട്ട് ഇത് വളരെ ചേർന്ന് നിൽക്കുന്ന ഇടങ്ങളാണ്. വീണ്ടും ഓരോ പത്രവാർത്തകളും ഓരോ ദിവസം വരുമ്പോഴും നമ്മുടെ മനസ്സിൽ ഭീതി ഉയർത്തുക. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മൾ നേരിൻ്റെ വഴി മാത്രം ചിന്തിക്കണമെങ്കിൽ, നന്മയുടെ വഴി മാത്രം ചിന്തിക്കണമെങ്കിൽ നമ്മൾ ആരെ അറിഞ്ഞിരിക്കണം? ഏറ്റവും വലിയ വിമോചകനായ, ഏറ്റവും വലിയ സ്നേഹിതനായ നേതാവായ ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കണം. ആ ക്രിസ്തുവിനെ അറിയണമെങ്കിൽ എവിടെ എത്തിയേ പറ്റൂ? ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നേ പറ്റൂ. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ എല്ലാവരും ദൈവ തിരുസന്നിധിയിൽ വളർത്തുവാനും, അവരെ വളർത്തി സൈൻ ബോർഡുകളായിട്ട് നിൽക്കാനല്ല നമ്മുടെ വിളി. അതാ നീ പൊക്കോ, അതാണ് പള്ളി എന്ന് കാണിച്ചു കൊടുത്ത് സൈൻ ബോർഡുകളായിട്ട് നിന്ന് എന്നും അവിടെ തന്നെ നിൽക്കാനല്ല, അല്ലേ? ഇങ്ങോട്ട് വരുന്ന വഴിയിലൊക്കെ നമുക്ക് കാണാം ഈ ചെറിയ പള്ളി മഹാ ഇടവകയുടെ ബോർഡ് വെച്ചേക്കുന്നത്. ഒരിക്കലും ആ ബോർഡിന് എവിടേക്ക് എത്താൻ പറ്റില്ല, പള്ളി വരാൻ പറ്റില്ല. പകരം ആ ബോർഡ് നയിച്ച നമുക്ക് മാത്രമേ പള്ളി വരാൻ പറ്റൂ. നമ്മുടെ മക്കളെ നയിക്കുന്ന ബോർഡുകളാവാതെ നമ്മളും അവരോടൊപ്പം ചേർന്ന് അവരുടെ ആത്മീയ ജീവിതത്തോടൊപ്പം നമ്മുടെ ആത്മീയ ജീവിതം കൂടെ വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ നിൽക്കുമ്പോൾ ഇത് പറയാതെ തരമില്ല. സ്ത്രീ ശാക്തീകരണം എന്ന വാക്ക് വളരെ പ്രസക്തമാണ്. ഒരു 18ാമത്തെ നൂറ്റാണ്ട് മുതൽ ഈ ഫെമിനിസത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ച് വന്നിരുന്ന വാക്കാണ് സ്ത്രീ ശാക്തീകരണം. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ അർത്ഥം ഇതാണ്: ഉള്ളിലുള്ള ശക്തിയെ തിരിച്ചറിയുന്നതിനെയോ അതിനെ പുതുക്കുന്നതിനെയോ എന്തെന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത്. ശാക്തീകരണം എന്ന് പറയുന്നത് ഉള്ളിലുള്ള ശക്തിയെ തിരിച്ചറിയുന്നതിനെയോ അതിനെ പുതുക്കുന്നതിനെയോ. അത് സ്ത്രീകളിലാകുമ്പോൾ അതെന്തായി മാറും? സ്ത്രീ ശാക്തീകരണമായിട്ട് മാറാറുണ്ട്. പലപ്പോഴും സ്ത്രീകൾ എന്നൊരു വേർഡ് മാത്രം ഞാൻ ഉപയോഗിക്കുന്നില്ല, എന്നാലും ചിലതൊക്കെ അവഗണനയുടെ മുൾമുനയിലൊക്കെ ആയിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും എന്ന്. അങ്ങനെ ഒരു വേർതിരിവ് നമ്മൾ ഒന്നിലും വരുത്തേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്നെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. എവിടെയൊക്കെയോ ചില അധസ്ഥിതികൾ അല്ലെങ്കിൽ ഒരു മാറ്റി നിർത്തലുകൾ അനുഭവിക്കുന്നു എന്ന് തോന്നുന്നവരെ ചേർത്ത് പിടിക്കുവാനായിട്ട് ഇടവക കാണിച്ചത് വളരെ വലിയൊരു യത്നം തന്നെയാണ്. കാരണം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് അവരിത് നേടിയെടുത്തത്. അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട് എങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. ഞങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള ഈ 12 പേരുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ 12 പേരുടെയും ഉള്ളിലുള്ള ശക്തിയെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിപ്പിച്ചു തന്നതിന്, അതിനെ പുതുക്കിയെടുക്കുവാനായിട്ട് സാധിപ്പിച്ചു തന്നതിന് എന്നും ഈ ഇടവകയോടും ഈ ഇടവകയുടെ ഭരണാധികാരികളോടും ഞങ്ങൾ കൃതാർത്ഥരാണ്, നന്ദിയുള്ളവരാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവരാജ്യത്തെ അല്ലെ ദൈവനാമത്തെ, ദൈവവചനത്തെ പ്രഘോഷിക്കുവാൻ കിട്ടുന്ന ഓരോ വേദികളും ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് നമ്മൾ മനസ്സിൽ കരുതുന്നതാണ്. അങ്ങനെയുള്ള വേദികൾ പകർന്നു തരുന്നതിന് ഒരാൾ നിന്ന് നിങ്ങളോട് സംസാരിക്കല്ല, മറിച്ച് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുക. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ഞാനും കൂടി ഇനിയും നമ്മൾ ഒരുമിച്ച് അനുഷ്ഠിക്കാൻ പോകുന്നു എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്രകാരം ഒരു വേദി എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ചേർത്ത് നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്ന് നമ്മൾ കരുതുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരുമിച്ച് പോകുവാനാണ് ക്രിസ്തു പഠിപ്പിച്ചേ. ആ ഒരുമിപ്പ് ഉണ്ടാകുന്നതിന് വേദി ഒരുക്കി എല്ലാവരോടുമുള്ള നിസ്സീമമായ നന്ദി അറിയിക്കുന്നു. വീണ്ടും പലയിടങ്ങളിലും ഒരുമിച്ചുള്ള ഈ ഒരു പ്രവർത്തനത്തിന് സാധ്യമാകട്ടെ എന്ന് കർത്താവിൽ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല പൈതങ്ങൾ ഉണ്ടാവട്ടെ. നടന്നു പോകുമ്പോൾ മശിഹ എന്ന് പറഞ്ഞില്ലെങ്കിലും അവനൊരു ക്രിസ്ത്യാനിയാണ്, അവനൊരു ക്രിസ്തുവിൻ്റെ അനുയായിയാണെന്ന് എല്ലാവരും പറയുന്നതിന് നമ്മളുടെ ജീവിതം, നമ്മളുടെ കർമ്മപദങ്ങൾ മാതൃകയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ തമ്പുരാനെ, ഇത്രത്തോളം സമയം നീ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിച്ച്
നിന്റെ വചനങ്ങളെ ഒരുമിച്ച് ധ്യാനിക്കുവാനായി നീ നൽകിയ നല്ല കൃപകളെ ഓർക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. തമ്പുരാനെ, നിന്റെ വിളി എന്തെന്ന് തിരിച്ചറിയുവാൻ തക്ക ജ്ഞാനത്തെ നീ അവിടുന്ന് ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് തെരുമാറാകണമേ. വിശ്വാസസ്ഥിരത മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊന്നും നിന്നേക്കാൾ വലിയതല്ല എന്ന ബോധം, വിശ്വാസ സ്ഥിരതയോടെ മുന്നോട്ട് പോകുവാനുള്ള ബോധം തമ്പുരാനെ നീ ഞങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്ത് തെരുമാറാകണമേ. ഞങ്ങളുടെ ജീവിതത്തെ കൗദാശികമായി ബന്ധപ്പെടുത്തി കൗദാശിക ജീവിതത്തെ ഞങ്ങളുടെ ഉള്ളിലേക്ക് നീ അവിടുന്ന് സന്നിവേശിപ്പിക്കണമേ. തമ്പുരാനെ, ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും തമ്പുരാനെ സകല സമസൃഷ്ടികളും ഒരുമിച്ച് നിന്നെ അറിയുവാനും നീ നൽകിയ നല്ല പാഠങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പേറുവാനുമുള്ള കൃപ തരണമേ. ഒരുപാട് വേദനകളും പ്രയാസങ്ങളും ഒക്കെ തമ്പുരാനെ ഞങ്ങൾ അനുഭവിക്കുന്നുവെങ്കിലും ഹനായോട് തമ്പുരാനെ അവളുടെ ഭർത്താവ്, നീ എന്തിനാ കരയുന്നത്, നിന്റെ 10 മക്കളെക്കാട്ടിലധികമായിട്ട് ഞാൻ നിന്നോടൊപ്പമില്ലേ എന്ന് പറഞ്ഞതുപോലെ തമ്പുരാനെ നീ ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്നുവെന്ന ബോധം തമ്പുരാനെ ആദ്യം ഞങ്ങളുടെ മനസ്സിൽ തരണമേ. വീണ്ടെടുക്കുവാനാവാത്ത വിധം ഒന്നും തമ്പുരാനെ ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന ബോധ്യം അവിടുന്ന് ഞങ്ങൾക്ക് തെരുമാറാകണമേ. ഓരോ വചനം കേൾക്കുമ്പോഴും അത് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ അവിടുന്ന് ഊട്ടി ഉറപ്പിക്കുമാറാകണം. എങ്കിലും തമ്പുരാനെ, നിന്റെ ഹിതത്തിനെതിരായിട്ട് എന്തെങ്കിലും ഞങ്ങൾ ഇന്നിവിടെ സംസാരിച്ചുവെങ്കിൽ അത് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദൂരീകരിച്ച് നിന്റെ നല്ല വിത്തിനെ നീ അവിടുന്ന് ഫലപുഷ്ടിതമായിട്ട് അവിടുന്ന് വളർത്തുമാറാകണമേ കർത്താവേ. സകല പ്രവർത്തനങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പുതിയ കാൽവെപ്പാണ്, പുതിയ ചുവടാണ് കർത്താവേ. ഏറ്റവും ഭംഗിയായ രീതിയിൽ അത് മുന്നോട്ട് പോകുവാനും സമൂഹത്തിനും സഭയ്ക്കും മാതൃകയാകും വണ്ണം മുന്നോട്ട് നയിക്കപ്പെടുവാനുമുള്ള കൃപയും ബലവും അവിടുന്ന് നീ തരണമേ. ഓരോരുത്തരെയും നീ നിന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുമാറാകണമേ. നിന്നെ മറന്ന് ജീവിപ്പാൻ ഇടയാവരുതേ, നീ ഇല്ലാത്തവരായി തീരുവാനായിട്ട് ഇടയാവരുതേ. ഞങ്ങളുടെ സകല വ്യതകളും ഭാരങ്ങളും നിന്റെ തിരുസന്നിധിയിലേക്ക് ഇറക്കി വെക്കുമ്പോഴും ഞങ്ങളുടെ നല്ല ആഗ്രഹങ്ങളെ മാത്രം തമ്പുരാൻ നീ അവിടുന്ന് നിറവേറ്റി തരുമാറാകണമേ. നിന്റെ തിരുസന്നിധിയിൽ എന്നും നന്മയുള്ളവരായി തീരുവാനായിട്ട് നീ അനുഗ്രഹിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമീൻ.